ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ചേഞ്ചസ് എന്നുള്ള ചാപ്റ്ററാണ്. ഇതിലെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ STD6 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ നോക്കൂ മക്കളെ, ഒരു മുട്ടയിൽ നിന്നൊരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന ചിത്രം തന്നിട്ടുണ്ട്. കോഴിക്കുഞ്ഞ് എന്തോ ഒന്ന് ചിന്തിക്കുന്നുണ്ട്. എന്താണ്? വാസ് ഇറ്റ് സച്ച് ആൻ എഗ് ദാറ്റ് ടേൺഡ് ഇൻടു മീ? ഇതുപോലെ ഒരു മുട്ടയല്ലേ, മുട്ടയിൽ നിന്നല്ലേ ഞാൻ ഉണ്ടായത് എന്ന് ആണ് ഈ കോഴിക്കുഞ്ഞ് ചിന്തിക്കുന്നത്. അതെ അല്ലേ, ഒരു മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനുള്ളിൽ ഒരുപാട് ചേഞ്ചസ് നടന്നിട്ടുണ്ടാവണം. അത്തരത്തിലുള്ള ചേഞ്ചസ് ഒരുപാട് നടന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴിക്കുഞ്ഞായി പുറത്തു വന്നത്. ഡിഡ്ന്റ് യു നോട്ടീസ് ദ പിക്ചർ? വാട്ട് എ ക്യൂട്ട് ചിക്ക്. ഡു യു നോ ഹൗ ദിസ് ചിക്ക് കെയിം ഔട്ട്? എങ്ങനെ ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയോ? വാസിന്റ് ഇറ്റ് ഹാച്ച്ഡ് ഫ്രം ആൻ എഗ്? ഒരു മുട്ട വിരിഞ്ഞല്ലേ? ഫോർ ആൻ എഗ് ടു ഹാച്ച് ആൻഡ് ബിക്കം എ ചിക്ക് മെനി ചേഞ്ചസ് മസ്റ്റ് ഹാവ് ഒക്കേർഡ് വിത്തിൻ ദ എഗ്. ഇങ്ങനെ ഒരു മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഈ മുട്ടയ്ക്കുള്ളിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് പെയർ? താഴെയുള്ള പിക്ചേഴ്സ് നോക്കുക, അതിൽ ഓരോ പെയറിലും എന്തെന്ത് മാറ്റങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് എഴുതുക. ആദ്യത്തേത് ജാഗ്രി, ശർക്കര എന്താവുന്നു? ക്രംബിൾസ്, ശർക്കര പൊടിയുന്നു. ശർക്കര പൊടിഞ്ഞതാണ് ആദ്യത്തെ പിക്ചറിലുള്ളത്. ദെൻ രണ്ടാമത്തേത് ബീൻ സീഡ്, പയറ് വിത്ത് ജെർമിനേറ്റ്സ്, മുളയ്ക്കുന്നു. മൂന്നാമത്തേത് ക്ലൗഡ്, മേഘങ്ങൾ എന്താവുന്നു? ട്രാൻസ്ഫോംസ് ഇൻ ടു റെയിൻ, മഴയായിട്ട് പെയ്യുന്നു. ഇതെല്ലാം വരുന്ന മാറ്റങ്ങളാണ്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ സിമിലർ ചേഞ്ചസ്. റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇങ്ങനെ മാറ്റങ്ങൾ വന്ന് പുതിയ സംഭവങ്ങൾ വരുന്നത്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് എക്സാമ്പിൾ എഴുതുക. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മാംഗോ റൈപ്പൻസ്, മാമ്പഴം പഴുക്കുന്നു. വാട്ടർ ബോയിലിംഗ്, വെള്ളം തിളയ്ക്കുന്നു. ഐസ് മെൽറ്റിംഗ്, ഐസ് ഉരുകുന്നു. അയൺ റസ്റ്റിംഗ്, ഇരുമ്പ് തുരുമ്പിക്കുന്നു. ലീവ്സ് ഡ്രൈയിങ്, ഇലകൾ ഉണങ്ങുന്നു. വെറ്റ് ക്ലോത്ത്സ് ഡ്രൈയിങ്, നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങുന്നു. മിൽക്ക് കേർഡ്ലിംഗ്, പാല് തൈരാവുന്നു. ബട്ടർ മെൽറ്റിംഗ്, ബട്ടർ വെണ്ണ ഉരുകുന്നു. ഇതെല്ലാം എന്താണ്? ഇത്തരത്തിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നതിൻ്റെ നമ്മുടെ ഡെയിലി ലൈഫിലെ എക്സാമ്പിൾസ് ആണ്. ചേഞ്ചസ് ആർ മെനി. ഒബ്സർവ് സം ഹാൻഡ് ക്രാഫ്റ്റ്സ് മെയ്ഡ് ഫ്രം വാക്സ് ആൻഡ് പേപ്പർ. വാക്സും മെഴുക് അല്ലെങ്കിൽ ക്ലേയും അതുപോലെ നമ്മളുടെ പേപ്പറും കൂടെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റുകളാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കൂ, പാമ്പിന്, അതുപോലെ പംകിന്, ബട്ടർഫ്ലൈസ്, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർന്റ് യു ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് സച്ച് ഹാൻഡിക്രാഫ്റ്റ്സ്? ലെറ്റ്സ് ഡു ഇറ്റ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഹാൻഡ് ക്രാഫ്റ്റ്സ് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്തു നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ട മെറ്റീരിയൽസ് കളർ ക്ലേ, കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, ബീഡ്സ് അതായത് മുത്തുകൾ, സിസേഴ്സ് കത്രിക, സ്കെച്ച് പെന്ന്. യൂസിങ് ദ മെറ്റീരിയൽസ് പ്രൊവൈഡഡ് ട്രൈ ടു മേക്ക് ദ ഒബ്ജെക്ട്സ് ഷോൺ ഇൻ ദ പിക്ചർ, ഡിസ്പ്ലേ ദം ഇൻ ദ ക്ലാസ്. ഈ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പിക്ചറിൽ തന്നിട്ടുള്ള ഈ ഇമേജസ് ഒക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. വാട്ട് ചേഞ്ചസ് ഹാവ് ഒക്കേർഡ് ടു ഈച്ച് ഓഫ് ദ മെറ്റീരിയൽസ് യു യൂസ്ഡ്? നിങ്ങൾ ഉപയോഗിച്ച ഓരോ വസ്തുക്കൾക്കും, അതായത് കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, ക്ലേ, ഇതിനൊക്കെ എന്തെന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് കളർ ക്ലേ. കളർ ക്ലേക്ക് എന്ത് സംഭവിച്ചു? ഷേപ്പ് ചേഞ്ചസ്, ഷേപ്പാണല്ലേ മാറിയത്, അത് വെച്ച് ഓരോ ഷേപ്പുകളാണ് മാറിയത്. കളർ പേപ്പറിനും ഷേപ്പാണ് മാറിയത്. ചാർട്ട് പേപ്പറിന് കളർ ചേഞ്ചസ്, ഷേപ്പ് ചേഞ്ചസ്. നമ്മൾ ആവശ്യാനുസരണം ചാർട്ട് പേപ്പറിന് ആവശ്യമുള്ള നിറം കൊടുത്തു, അതുകൊണ്ട് കളറും മാറി, പിന്നെ അതിൻ്റെ ഷേപ്പും മാറി. ഇൻ ദ കേസ് ഓഫ് കളർ ക്ലേ, വാസ് ഇറ്റ് ദ സബ്സ്റ്റൻസ് ഓർ ഇറ്റ് ഷേപ്പ് ദാറ്റ് ചേഞ്ച്ഡ്? കളർ ക്ലേയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ആ സബ്സ്റ്റൻസിന് മാറ്റം വന്നോ അതോ അതിൻ്റെ ഷേപ്പ് മാത്രമാണോ മാറിയത്? ഷേപ്പ് മാത്രമാണ് ചേഞ്ച് ചെയ്തത്, സബ്സ്റ്റൻസിന് ഒരു മാറ്റവും വന്നിട്ടില്ല. What changes occurred when handicrafts were made using chart paper and color paper? ചാർട്ട് പേപ്പറും കളർ പേപ്പറും വെച്ചിട്ട് ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഡസ് ദ സബ്സ്റ്റൻസ് ചേഞ്ച് ഇൻ ഈച്ച് കേസ്? ഡിസ്കസ്. എല്ലാത്തിലും സബ്സ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ, സബ്സ്റ്റൻസിന് മാറ്റമൊന്നും വരുന്നില്ല, അതിൻ്റെ ഷേപ്പിന് മാത്രം, അതുപോലെ കളറിന് മാത്രമാണ് മാറ്റം വരുന്നത്. Isn't it the same substance that changed into different shapes in each of the situations? ഇനി എല്ലാ സിറ്റുവേഷനിലും ഒരു സബ്സ്റ്റൻസ് ഡിഫറെൻറ്റ് ഷേപ്പിലേക്ക് മാറാണോ ചെയ്യുന്നത്? അല്ല അല്ലേ. ചേഞ്ചസ് ഇൻ ഷേപ്പ്. നമുക്കിനി ആദ്യം ഷേപ്പിലുള്ള ചേഞ്ച് നോക്കാം. എക്സാമിൻ ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ. വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു ദ ഒബ്ജെക്ട്
ഇൻ ഈ സിറ്റുവേഷൻ നമുക്ക് താഴെ 4 പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഓരോ സിറ്റുവേഷൻസിലും എന്ത് മാറ്റങ്ങളാണ് ഇതിന് വരുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? കട്ടിംഗ് വാട്ടർമെലൺ ഇൻടു പീസസ്, തണ്ണിമത്തന് കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. രണ്ടാമത്തേത് മേക്കിംഗ് ചെയർ യൂസിങ് വുഡ്, മരത്തടി ഉപയോഗിച്ച് കസേര നിർമ്മിച്ചതാണ്. മൂന്നാമത്തേത് ഗ്ലാസ് ബോട്ടിൽ വാസ് ബ്രോക്കൺ ഇൻടു പീസസ്, ചില്ലുകുപ്പി കഷ്ണങ്ങളായി പൊട്ടിയതാണ്. നാലാമത്തേത് എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിംഗ്, പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി വലുതാക്കുന്നതാണ്. ആർ ഓൾ ദ ചേഞ്ചസ് ഷോൺ ഇൻ ദ പിക്ചർ സിമിലർ, ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ഒരുപോലെയാണോ? നോ, അല്ല. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഇനി സ്റ്റേറ്റിൽ അവസ്ഥകളിൽ മാറ്റം വരുന്ന ഇത് നോക്കാം, മാറ്റം വരുന്ന സിറ്റുവേഷൻസ് നോക്കാം. Having to learn the changes in the state of water in the previous class, try to write them. വെള്ളത്തിന് ഉണ്ടാവുന്ന അവസ്ഥാമാറ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് വാട്ടർ ഐസ് ആവുന്നത്, അതുപോലെ വാട്ടർ വേപ്പേഴ്സ് ആവുന്നത്. അപ്പോൾ ഗ്യാഷ്യസ്, ലിക്വിഡ്, സോളിഡ്, ഈ 3 സ്റ്റേറ്റിലേക്കും വാട്ടർ മാറുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Write the situations where nature and other living organisms make use of the change in the state of water. വെള്ളത്തിന്റെ സ്റ്റേറ്റ് മാറിയിട്ട് അത് പ്രകൃതിയിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്, അത് ആ സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫോർമേഷൻ ഓഫ് റെയിന്, മഴ പെയ്യുന്നത്, പിന്നെ മഴയുടെ ഫോർമേഷൻ, പിന്നെ അതുപോലെ സ്നോഫോള്, മഞ്ഞ് വീഴ്ച, ഡ്യൂ, മൂടൽ മഞ്ഞ്, ഹ്യൂമൻ സ്വെറ്റിംഗ്, മനുഷ്യർ വിയർക്കുന്നത്, ഐസ് ഇൻ പോളാർ റീജിയൻസ്, ഗ്ലേഷ്യേഴ്സ് മെൽറ്റിംഗ്, ഫോഗ് ഫോർമേഷൻ. ഇതൊക്കെ എന്താണ്? നമ്മളുടെ നേച്ചറിൽ നടക്കുന്ന വാട്ടറിന്റെ സ്റ്റേറ്റ് മാറുന്നതിന് എക്സാമ്പിൾസ് ആണ്. വെൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ചേഞ്ചസ്, ഇസ് ദർ എനി ചേഞ്ച് ഇൻ വാട്ടർ ആസ് എ സബ്സ്റ്റൻസ്, വെള്ളത്തിന്റെ ഈ സ്റ്റേറ്റ് മാറുന്ന സമയത്ത് വെള്ളത്തിന് അതിന്റെ വാട്ടർ എന്നുള്ള സബ്സ്റ്റൻസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? നോ, അല്ലേ? അതിന്റെ സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ, പക്ഷെ സബ്സ്റ്റൻസിന് മാറ്റമൊന്നും വരുന്നില്ല. Are in ice and water vapor the two other states of water? Complete the illustration. ഐസും വാട്ടർ വേപ്പറും എന്താണ്? വെള്ളത്തിന്റെ 2 അവസ്ഥകളാണ്. നമുക്ക് അതിനെ കുറിച്ചൊരു ഇല്ലസ്ട്രേഷൻ താഴെ തന്നിട്ടുണ്ട്, അത് പൂരിപ്പിച്ചു കൊടുക്കാം. നോക്കൂ, ആദ്യം വാട്ടർ വൈൽ കൂളിംഗ്, വെള്ളം തണുപ്പിക്കുന്ന സമയത്ത് സോളിഡ് സ്റ്റേറ്റ് ഉള്ള ഐസായിട്ട് മാറുന്നു. പിന്നെ വൈൽ ഹീറ്റിംഗ്, ചൂടാക്കുന്ന സമയത്ത് ഗേഷ്യസ് ഫോം ആയിട്ടുള്ള വേപ്പർ ആയിട്ട് മാറുന്നു, നീരാവിയായിട്ട് മാറുന്നു. Shape, size and state are the physical properties of substances. Consider the situations we have already discussed. ഷേപ്പ്, ഒരു വസ്തുവിന്റെ ആകൃതി, അതിന്റെ വലുപ്പം, സ്റ്റേറ്റ്, അവസ്ഥ എന്നൊക്കെ പറയുന്നത് അതിന്റെ ആ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ല. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അതിന്റെ എന്താ പറയുക, ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, അതിന്റെ ഈ 3 കാര്യങ്ങൾക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഒരു പുതിയ പദാർത്ഥമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് അത് മാറുന്നില്ല. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മേക്കിംഗ് വേരിയസ് ഷേപ്സ് യൂസിങ് ക്ലേ, മേക്കിംഗ് ചെയർ യൂസിങ് വുഡ്, കട്ടിംഗ് വാട്ടർ മെലൺ ഇൻ ടു പീസസ്, കൺവേർട്ടിംഗ് വാട്ടർ ഇൻ ടു ഐസ്, എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിംഗ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി അല്ലേ? Did the physical properties of the substance change in all these situations? ഈ സിറ്റുവേഷനിലെല്ലാം അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമാണ് മാറുന്നത്. ഒന്നുകിൽ ഷേപ്പ്, അല്ലെങ്കിൽ അതിന്റെ വലുപ്പം, അതല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്, അത് മാത്രമേ മാറിയിട്ടുള്ളൂ. വാസ് എനി ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്, പുതിയ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടായോ? പുതിയ എന്തെങ്കിലും ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു പദാർത്ഥം ഉണ്ടായോ? ഇല്ല. നോ. ലെറ്റ്സ് എൻക്വയർ മോർ സിറ്റുവേഷൻസ് ഫോർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ സബ്സ്റ്റൻസ്. ഇത്തരത്തിൽ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവാതെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിന് പുതിയൊരു മാറ്റം വരാതെ പുതിയ നടക്കുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് കുറച്ചുകൂടെ നോക്കാം. അതിൽ ആദ്യത്തെ നോക്കാൻ പോകുന്നത് വെൻ വാക്സ് മെൽറ്റ്, മെഴുക് ഉരുകുന്നതാണ് കേട്ടോ. ക്യാൻഡിൽ ഈസ് എ സോളിഡ്, മെഴുകുതിരി എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് ആണ്. Isn't it? Yes. Cut a candle into small pieces. Now what change has occurred to the wax? ഇനി ഈ മെഴുകുതിരി നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ പീസ്, മെഴുകുതിരി അല്ല കേട്ടോ, സോറി, മെഴുക്. ഈ മെഴുക് എന്ത് ചെയ്യുക? നിങ്ങൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് എന്ത് മാറ്റമാണ് വന്നത്? അതിന്റെ ഷേപ്പ് മാറി അല്ലെ? അതിന്റെ ഷേപ്പും സൈസും മാറി. Is in the wax still in the same state? ഇപ്പോഴും ആ വാക്സ് സോളിഡ് എന്നുള്ള സ്റ്റേറ്റിൽ തന്നെയല്ലേ ഉള്ളത്? യെസ്. Take a small piece of wax in a spoon and heat it. What change has occurred to the state of the wax? ഇനി അതിൽ ചെറിയൊരു പീസ് വാക്സ് എടുത്തിട്ട് നിങ്ങളൊരു സ്പൂണിൽ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ ഈ വാക്സിന് എന്ത് സംഭവിക്കും? ഇറ്റ് മെൽറ്റ്സ് ഇൻ ടു ലിക്വിഡ് അല്ലെ? അത് ലിക്വിഡായിട്ട് മാറും. മെഴുക് ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് വരും. അലോ ദ മോൾട്ടൺ വാക്സ് ടു കൂൾ ഫോർ എ വൈൽ. ഈ ദ്രാവകാവസ്ഥയിൽ വന്ന
ഉരുകി ദ്രാവകാവസ്ഥയിൽ വന്ന ഈ മെഴുകിനെ കുറച്ച് സമയം തണുക്കാൻ അനുവദിക്കുക. അപ്പൊ എന്ത് ചെയ്യും? അത് വീണ്ടും സോളിഡ് ആയിട്ട് തന്നെ മാറും. Now what change has occurred in its state? അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് വീണ്ടും ഒരു വാക്സിന്റെ കട്ടയായിട്ട് മാറും. Are in the solid wax and the molten wax the same substance? ഈ സോളിഡ് വാക്സും മോൾട്ടൺ വാക്സും, അതായത് മെഴുകിന്റെ കട്ടയും ഉരുകിയ മെഴുകും രണ്ടും എന്താണ്? മെഴുക് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് തന്നെയല്ലേ? Did the change in wax result in the formation of a new substance? പുതിയൊരു പദാർത്ഥം അവിടെ ഉണ്ടായോ? ഇല്ല. Did it become a new substance on cooling? തണുപ്പിച്ചപ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടായോ? അതും ഇല്ല. ഇതിൽ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പൊ നമുക്ക് ഇതിനെ ഇപ്പൊ നമ്മൾ നടത്തിയ ഈ എക്സ്പെരിമെന്റിനെ ഈ ടേബിളിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. ഐറ്റം, ചേഞ്ച്, സ്റ്റേറ്റ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ നോക്കൂ, കട്ടിംഗ് വാക്സ് ഇൻ ടു പീസസ്. വാക്സ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന ചേഞ്ച് എന്താണ്? ഷേപ്പ് ആൻഡ് സൈസ് ചേഞ്ചസ്. ഷേപ്പും അതിന്റെ വലുപ്പവും മാറുന്നുണ്ട്. സ്റ്റേറ്റ് സോളിഡ് ആണ്. ഹീറ്റിംഗ് വാക്സ് ചൂടാക്കുമ്പോൾ മെൽറ്റ് ആവുന്നുണ്ടല്ലേ? മെൽറ്റ് ആവുമ്പോൾ സ്റ്റേറ്റ് ലിക്വിഡ് ആവുന്നു. കൂളിംഗ് മോൾട്ടൺ വാക്സ്, ഉരുകിയ വാക്സ് തണുക്കാൻ അനുവദിക്കുമ്പോഴോ ഇറ്റ് ചേഞ്ചസ് ടു സോളിഡ്, വീണ്ടും അത് സോളിഡ് ആയിട്ട് മാറുന്നു. സ്റ്റേറ്റ് സോളിഡ് ആണ്. ഹീറ്റ് ദ വാക്സ് ഇൻ ദ സ്പൂൺ ഫോർ എ ലോnger ടൈം. ഡു യു സീ ദ വാക്സ് ടേൺ നൗ? ഈ സ്പൂണിലുള്ള ഉരുകിയ മെഴുക് കുറച്ചുകൂടെ സമയം ചൂടാക്കുക. അപ്പൊ എന്താവും? ഈ ലിക്വിഡ് വാക്സ് എന്താവും മക്കളെ? ഇവാപ്പറേറ്റ് ആയി പോവും അല്ലെ? വേപ്പർ ആയിട്ട് പോവും. അപ്പൊ നമുക്ക് ആ സ്പൂണിൽ നമുക്ക് വാക്സിനെ കാണാനായിട്ട് സാധിക്കില്ല. Let us do another experiment to observe the changes of the state of wax on heating. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ മറ്റൊരു എക്സ്പെരിമെന്റ് കൂടെ നമുക്ക് ചെയ്തു നോക്കാം. അതിനുവേണ്ട മെറ്റീരിയൽസ് വാക്സ്, ബോയിലിംഗ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, കോട്ടൺ, ലാമ്പ് തുടങ്ങിയിട്ടുള്ളവയാണ്. Take a piece of wax in the boiling tube and heat it using the lamp as shown in the picture. പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് വാക്സ് എടുക്കുക, മെഴുകുകട്ടകൾ എടുത്തിട്ട് ഇങ്ങനെ ലാമ്പിന് താഴെ മുകളിൽ കാണിച്ചിട്ട് എന്ത് ചെയ്യുക? ചൂടാക്കുക. The mouth of the boiling tube should be closed with cotton. ഈ ബോയിലിംഗ് ട്യൂബിന്റെ വായ്ഭാഗം എന്ത് ചെയ്യണം? ഒരു കോട്ടൺ വെച്ചിട്ട് അടയ്ക്കണം. പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ചിട്ട് അടയ്ക്കണം. What changes happen to the wax in this experiment? അപ്പോൾ ഈ സമയത്ത് വാക്സിന് എന്ത് സംഭവിക്കും? ആദ്യം അത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് മെൽറ്റ് ആയി പോകും അല്ലെ? ഉരുകും. ഒബ്സർവ് ഹീറ്റ് ദ മോൾട്ടൺ വാക്സ് അഗെയിൻ. വാട്ട് ഹാപ്പൻസ്? ഈ മോൾട്ടൺ വാക്സ് വീണ്ടും ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് താഴെ കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. പകരം അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഈ കോട്ടണിൽ വന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്തായിട്ട്? വേപ്പറായിട്ട് വന്ന് കോട്ടണിൽ പിടിച്ച് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. റിമൂവ് ദ ബോയിലിംഗ് ട്യൂബ് ഫ്രം ദ ലാമ്പ് ആൻഡ് ഒബ്സർവ് ഇറ്റ് ആഫ്റ്റർ ഷോർട്ട് വൈൽ. എന്നിട്ട് ഈ ബോയിലിംഗ് ട്യൂബിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ലാമ്പിന് കാണിക്കുന്ന ബോയിലിംഗ് ട്യൂബ് നമ്മൾ ലാമ്പിൽ നിന്ന് മാറ്റുക. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുക. വാട്ട് ഡു യു സീ ഇൻസൈഡ് ദ ബോയിലിംഗ് ട്യൂബ് നൗ? അപ്പൊ നമുക്ക് ബോയിലിംഗ് ട്യൂബിനകത്ത് എന്ത് കാണാനായിട്ട് സാധിക്കും? മെഴുക് ഇങ്ങനെ ബോയിലിംഗ് ട്യൂബിന്റെ അകത്തും കോട്ടണിലുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ടേക്ക് ഔട്ട് ദ കോട്ടൺ ഫ്രം ദ ബോയിലിംഗ് ട്യൂബ് ആൻഡ് ഒബ്സർവ്. കണ്ട് യു സീ ദ ട്രേസസ് ഓഫ് വാക്സ് ഓൺ ദ കോട്ടൺ ആൻഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. കോട്ടണിലും അതുപോലെ ബോയിലിംഗ് ട്യൂബിന്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് മെഴുക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഒബ്സർവ് ദ സൈഡ്സ് ആസ് വെൽ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? സൈഡുകൾ നോക്കുമ്പോഴും കാണാം. ഇതിനുള്ള റീസൺ എന്താണ്? ദ മോൾട്ടൺ വാക്സ് എന്തായിട്ട് വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഇവാപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. Based on the indicators given below, analyze the changes that occurred in each situation. Arrive at a conclusion. Record it in your science diary. അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടുള്ള അതിന്റെ ഒബ്സർവേഷനും കൺക്ലൂഷനും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ മക്കളെ ഒബ്സർവേഷൻ? നമ്മൾ പറഞ്ഞു തന്നെയാണ്. ദ സോളിഡ് വാക്സ് ഇൻ ദ ബോയിലിംഗ് ട്യൂബ് മെൽറ്റ്സ് വൈൽ ഹീറ്റിംഗ്. ചൂടാക്കുന്ന സമയത്ത് ബോയിലിംഗ് ട്യൂബിലുള്ള സോളിഡ് വാക്സ് എന്താവുന്നു? മെൽറ്റ് ആവുന്നു. On further heating, the melted wax turns into vapor and this wax vapor collects on the cotton placed at the mouth of the tube. വീണ്ടും ചൂടാക്കുമ്പോൾ ഈ മെൽറ്റഡ് വാക്സ് വീണ്ടും എന്താവുന്നു? വേപ്പർ ആയിട്ട് പോകുന്നു. ഈ വേപ്പർ ആ കോട്ടണിലും ടെസ്റ്റ് ട്യൂബിന്റെ അകത്തും ഒക്കെ ആയിട്ട് പറ്റിപ്പിടിക്കുന്നു. When the boiling tube is allowed to cool, the liquid wax inside the tube turns back into solid state. പിന്നെ ഈ ബോയിലിംഗ് ട്യൂബിനെ തണുക്കാനായിട്ട് അനുവദിക്കുന്ന സമയത്ത് വീണ്ടും ഈ വേപ്പർ ആയിട്ടുള്ള വാക്സ് എന്താവുന്നു? സോളിഡ് സ്റ്റേറ്റിലേക്ക് തന്നെ മാറുന്നു. അപ്പൊ നമുക്ക് കോട്ടണിലും ബോയിലിംഗ് ട്യൂബിന്റെ അകത്തൊക്കെ ആയിട്ട് ആ വാക്സിനെ കാണാം. The wax vapor stuck to the cotton turned into solid wax. ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്? By heating and cooling, only the state of wax changes. No new substance is formed. ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് വാക്സിന്റെ സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല.
ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ എക്സ്പെരിമെന്റ് യു കണ്ടക്റ്റഡ്. നമ്മൾ ഇപ്പോൾ ചെയ്ത എക്സ്പെരിമെന്റിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. വാട്ട് വാസ് ദ സ്റ്റേറ്റ് ഓഫ് ദ വാക്സ് ബിഫോർ ഹീറ്റിംഗ്? ചൂടാക്കുന്നതിന് മുൻപ് ഈ വാക്സിന്റെ സ്റ്റേറ്റ് എന്തായിരുന്നു? സോളിഡ് ആയിരുന്നു. വാട്ട് ചേഞ്ച് ഒക്കേർഡ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് വെൻ ഹീറ്റഡ്? ചൂടാക്കിയ സമയത്ത് എന്ത് മാറ്റം വന്നു? ഇറ്റ് ടേൺഡ് ഇൻ ടു ലിക്വിഡ് ആയിട്ട് മാറി. ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ഇറ്റ് ചേഞ്ച് ടു ഹീറ്റിംഗ് ഫർദർ? വീണ്ടും ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറി? ദ മോൾട്ടൺ വാക്സ് ടേൺഡ് ഇൻ ടു വേപ്പർ. ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ദ വേപ്പറൈസ്ഡ് വാക്സ് ചേഞ്ച് ഓൺ കൂളിംഗ്? തണുപ്പിക്കുന്ന സമയത്ത് വേപ്പറൈസ്ഡ് വാക്സ് എന്തായി? ഓൺ കൂളിംഗ് ദ വേപ്പറൈസ്ഡ് വാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ദെൻ ടു സോളിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് ആയിട്ട് മാറി, പിന്നെ സോളിഡ് ആയിട്ട് മാറി. ഡിഡ് ദ വാക്സ് ടേൺസ് ഇൻ ടു എ ന്യൂ സബ്സ്റ്റൻസ് വെൻ ഇറ്റ് സ്റ്റേറ്റ് ചേഞ്ച്ഡ്? സ്റ്റേറ്റ് മാറിയ സമയത്ത്, അതായത് സോളിഡിന്ന് ലിക്വിഡ്, ലിക്വിഡിന്ന് വേപ്പർ, അങ്ങനെ ആയ സമയത്ത് ഇതിന്റെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായോ? നോ. ഈസ് ദ ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് ടു ദ വാക്സ് പെർമനന്റ് ഓർ ടെമ്പററി? വാക്സിന് സംഭവിച്ചിട്ടുള്ള ഈ മാറ്റം പെർമനന്റ് ആണോ, സ്ഥിരമാണോ, അതോ ടെമ്പററി ആണോ, താൽക്കാലികമാണോ? ടെമ്പററി ആണ്. ഒബ്സർവ് ഇല്ലസ്ട്രേഷൻ ഓഫ് ദ ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് ടു വാക്സ് ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്സ്. നമുക്ക് താഴെ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അതിൽ മിസ്സായ ഭാഗങ്ങൾ എഴുതി കൊടുക്കുക. ഈ എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. നോക്കൂ, ആദ്യം ബ്ലോക്ക് ഓഫ് വാക്സ്, ഒരു മെഴുകിന്റെ കട്ട, അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് റിസീവ്സ് ഹീറ്റ് എനർജി. അത് ചൂട് എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യാണ്, അല്ലെങ്കിൽ റിസീവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ റിസീവ് ചെയ്തിട്ടാണ് വാക്സ് മെൽറ്റായി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. ഈ ലിക്വിഡ് സ്റ്റേറ്റ് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റിസീവ്സ് ഫർദർ ഹീറ്റ് എനർജി. വീണ്ടും എന്ത് ചെയ്യുന്നു? അത് ഹീറ്റ് എനർജി റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഈ വാക്സ് എന്താവുന്നു? മോൾട്ടൺ വാക്സ് വീണ്ടും വേപ്പറിലേക്ക് മാറുന്നു. ഈ വേപ്പർ വാക്സിനെ നമ്മൾ, അല്ലെങ്കിൽ വാക്സിന്റെ വേപ്പറിനെ നമ്മൾ കൂൾ ചെയ്യുന്നു. കൂൾസ് ഡൗൺ ചെയ്യുമ്പോൾ അത് റിലീസസ് ഹീറ്റ് എനർജി. ഈ ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുകയാണ്. അങ്ങനെ പുറത്തേക്ക് വിട്ട് അത് എന്താവുന്നു? ലിക്വിഡ് ആയിട്ട് മാറുന്നു. വാക്സിൻ വേപ്പർ സ്റ്റേറ്റ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. പിന്നെ ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാക്സിനെ വീണ്ടും നമ്മൾ കൂൾസ് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അത് വീണ്ടും ഹീറ്റ് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ബ്ലോക്ക് ഓഫ് വാക്സ് തന്നെ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ സോളിഡ് വാക്സ് തന്നെ ആയിട്ട് മാറുന്നു. ഡിസ്കസ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് വെൻ വാക്സ് റിസീവ്ഡ് ഹീറ്റ് എനർജി. Record them in your science diary. Similarly, illustrate the change of state of ice when heat is received and releases. Record it in your science diary. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ തന്നെ വെള്ളത്തിന് ഹീറ്റ് എനർജി കിട്ടുകയും അത് റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. ഹീറ്റ് എനർജി കിട്ടുമ്പോൾ അത് വേപ്പറായിട്ട് മാറുന്നതും, പിന്നെ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് തിരികെ വാട്ടറായിട്ട് മാറുന്നതും ഐസായിട്ട് മാറുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ വരച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ എഴുതി കൊടുത്താൽ മതി. Is the change that occurs in ice temporary or permanent? Is any new substance formed when ice undergoes a change of state? ഐസിന് സംഭവിക്കുന്ന ഈ മാറ്റം ടെമ്പററി ആണോ, പെർമനന്റ് ആണോ? അതും ടെമ്പററി ആണ്. അവിടെയും നമുക്ക് പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല, സ്റ്റേറ്റ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. Haven't you noticed that ghee, coconut oil, etc. that we use at home get solidified? In which season do these get solidified? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യും എണ്ണയും ഒക്കെ, വെളിച്ചെണ്ണയും ഒക്കെ കട്ട പിടിക്കുന്ന കണ്ടിട്ടില്ലേ? അത് ഏത് കാലാവസ്ഥയിലാണ് കട്ട പിടിക്കുന്നത്? തണുപ്പുള്ള കാലാവസ്ഥയിലാണല്ലേ, മഞ്ഞ് കാലത്തൊക്കെയാണ്. Are these changes temporary or permanent? ഈ മാറ്റം ടെമ്പററി ആണോ, പെർമനന്റ് ആണോ? ടെമ്പററി ആണ് അല്ലേ? കാരണം അത് ചൂടാവുന്ന, വെയിൽ ചൂടാവുമ്പോൾ അത് തനിയെ ഉരുകി പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. Do these changes result in formation of new substance? ഈ മാറ്റങ്ങൾ കൊണ്ട് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, അതുമില്ല. So far we have discussed the changes in the physical properties of substances like size, shape and state. Such changes are physical changes. Now new substances are formed through physical changes. Find examples of these and list them, present them in the class. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ, അതായത് ഒരു സബ്സ്റ്റൻസിന്റെ സൈസിൽ, ഷേപ്പിൽ, അതിന്റെ സ്റ്റേറ്റിലൊക്കെ മാറ്റം വരുന്നത് ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾസ് ആണ്. ഈ ഫിസിക്കൽ ചേഞ്ചസിൽ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് സച്ച് ആസ് സൈസ്, ഷേപ്പ് ആൻഡ് സ്റ്റേറ്റ് ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. എക്സ്പാൻഡിങ്, മെൽറ്റിംഗ്, ബ്രേക്കിംഗ് ആൻഡ് ടിയറിംഗ് ആ ഫിസിക്കൽ ചേഞ്ചസ്. വലിച്ചു നീട്ടുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഒക്കെ ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. ആ സമയത്തൊന്നും പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. ഇൻ സം ഫിസിക്കൽ ചേഞ്ചസ് എനർജി ഈസ് എയ്തർ അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. ചില ഫിസിക്കൽ ചേഞ്ചസ് നടക്കുന്ന സമയത്ത് എനർജി സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യും. അത് നമ്മൾ പഠിച്ചു അല്ലേ. വാക്സ് ഹീറ്റ് എനർജി സ്വീകരിച്ചിട്ടാണ് എന്താവുന്നത്, ലിക്വിഡിലേക്ക് മാറുന്നത്. അതുപോലെ ഈ ലിക്വിഡിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്തിട്ടാണ് അത് തിരികെ സോളിഡിലേക്ക് പോകുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ഡെയിലി ലൈഫ്.
വാട്ട് ഡു വി ഡു വിത്ത് ബ്രോക്കൺ ആൻഡ് അൺയൂസബിൾ പ്ലാസ്റ്റിക് ഐറ്റംസ് അറ്റ് ഹോം? നമ്മളുടെ വീട്ടിലുള്ള പൊട്ടിയതും അതുപോലെ ഉപയോഗിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ നമ്മൾ എന്താ ചെയ്യുക? മേക്കിംഗ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കാം. ഗിവിംഗ് ദം ടു ദ ഹരിത കർമ്മസേനയ്ക്ക് നൽകാം. യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ് പ്ലാന്റ്സ്, ചെടികൾ നടാനായിട്ട് ഉപയോഗിക്കാം. യൂസ്ഡ് ഫോർ കളക്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്, മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ട് ഉപയോഗിക്കാം. ക്യാൻ ദീസ് ഐറ്റംസ് ബി റീസൈക്കിൾഡ്? നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ലേ? യെസ്, ഓഫ് കോഴ്സ്, നമുക്കത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗിക്കാനായിട്ട് പറ്റും അല്ലേ? ക്യാൻ എനി പ്രോഡക്ട്സ് ബി മെയ്ഡ് ബൈ യൂട്ടിലൈസിംഗ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്? ഹൗ ഈസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് മെയ്ഡ് യൂസ്ഫുൾ ഇൻ റീസൈക്ലിംഗ്? അപ്പോൾ ഓരോ വസ്തുവിന്റെയും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് കൊണ്ട് തന്നെ റീസൈക്ലിങ്ങിന് അത് ഒരുപാട് യൂസ്ഫുൾ ആവും അല്ലേ? ഇനി നമുക്ക് റീസൈക്ലിംഗ് എന്താണെന്ന് നോക്കാം. പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ആൻഡ് അതർ പ്ലാസ്റ്റിക് ഐറ്റംസ് ത്രോൺ അറൌണ്ട് കെയർലെസ്ലി കോസ് മേജർ എൻവയൺമെന്റൽ ഇഷ്യൂസ്. പ്ലാസ്റ്റിക്കിന്റെ ഓരോ ഐറ്റംസും നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത് കൊണ്ട് ഒരുപാട് എൻവയൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദം ക്യാൻ ബി റീസൈക്കിൾഡ് ഇൻ ടു ന്യൂ ഐറ്റംസ്. അതിൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ റീസൈക്കിൾ ചെയ്ത് പുതിയ ഐറ്റംസ് ആക്കിയിട്ട് മാറ്റും. മെറ്റൽസ് ലൈക്ക് അയൺ, ബ്രാസ് ആൻഡ് അലൂമിനിയം ക്യാൻ ഓൾസോ ബി റീസൈക്കിൾ ഇൻ ദിസ് വേ. പ്ലാസ്റ്റിക് മാത്രമല്ല, അലൂമിനിയം, അയൺ, ബ്രാസ് തുടങ്ങിയിട്ടുള്ള മെറ്റൽസും നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. അതിന്റെ എക്സാമ്പിൾസ് ആണ് നോക്കൂ. പ്ലാസ്റ്റിക് ഐറ്റംസിൽ നിന്ന് പ്ലാസ്റ്റിക് ബക്കറ്റും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മെറ്റൽസിൽ നിന്ന് പുതിയ മെറ്റൽ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒഴിവാക്കുന്ന പേപ്പറുകളിൽ നിന്ന് ക്യാരി ബാഗ്സും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. റീയൂസ്. ഹാവിൻഡ് യു സീ മെനി ഐറ്റംസ് ദാറ്റ് ആർ നോ ലോnger യൂസ്ഫുൾ ബീങ് യൂസ്ഡ് ഫോർ അതർ പർപ്പസസ്? ഉപയോഗശൂന്യമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മൾ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിസ് ഇസ് റീയൂസ്. ഇതിനാണ് നമ്മൾ റീയൂസ് എന്ന് പറയാ. You can also make use of such unusable materials in various ways like this. Look at this examples given in the picture. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് റീയൂസ് ചെയ്ത് യൂസബിൾ മെറ്റീരിയൽ ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ തന്നിട്ടുള്ളത്. നോക്കൂ, പഴയ ടയറുകളിൽ നമ്മൾ പ്ലാന്റ് നടുന്നത്, പിന്നെ ഒരുപാട് നമുക്ക് അഗ്രികൾച്ചറൽ പർപ്പസസിന് ചെറിയ ചെറിയ കൃഷി, പുതിന പോലെ മല്ലി പോലെയൊക്കെ കൃഷി ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വെൻ പ്ലാസ്റ്റിക് ബേൺസ് പോയ്സണസ് ഗ്യാസസ് ഹാംഫുൾ ടു ലിവിങ് ഓർഗാനിസംസ് ആർ പ്രൊഡ്യൂസ്ഡ്. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരുപാട് വാതകങ്ങൾ, പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ഇറ്റ് അവേ ഓർ ബേണിംഗ് ഈസ് ആൻ ആക്ട് ഓഫ് നേച്ചർ കൺസർവേഷൻ. ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകളും മറ്റും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, റീയൂസ് ചെയ്യുന്നുണ്ട്. റീസൈക്കിൾ ചെയ്ത് പിന്നീട് അത് റീയൂസ് ചെയ്യുന്നുണ്ട്, പുനരുപയോഗിക്കുന്നത് കൊണ്ട് നേച്ചറിനെ കൺസേർവ് ചെയ്യുന്നതിന് തുല്യമാണ്. പ്രകൃതിയെ നമ്മൾ ഒരുപാട് സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. പ്രൊട്ടക്ട് നേച്ചർ ബൈ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിസിക്കൽ ചേഞ്ചസ്. നമ്മൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ചേഞ്ചസ് കൊണ്ട് എന്താണ്, നമ്മളുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കാനായിട്ട് നോക്കണം. We have discussed the physical changes of wax, water, plastic, etc. Find more examples of physical changes being used in life situations and write them in your science diary. നമ്മൾ വാക്സിന്റെയും വാട്ടറിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും ഒക്കെ ഫിസിക്കൽ ചേഞ്ചസ് മാറ്റിയിട്ട് അതിന് വരുന്ന സംഭവങ്ങൾ പുതിയതായിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ പുതിയ എന്തായിട്ട് മാറുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ഇത്തരത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കുറച്ച് സിറ്റുവേഷൻസും ഫിസിക്കൽ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആദ്യത്തേത് ഗ്രൈൻഡിങ് റൈസ്. അരി പൊടിക്കുന്ന സമയത്ത് അതിന് വരുന്ന ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് സൈസ് ഡിക്രീസ്, വലുപ്പം കുറയും, ബിക്കംസ് പൗഡേർഡ്, തരികളായിട്ട് മാറും. പിന്നെ ടിയറിംഗ് പേപ്പർ കീറുമ്പോൾ അതിന്റെ ഷേപ്പും സൈസും ചേഞ്ച് ചെയ്യും. കട്ടിംഗ് വെജിറ്റബിൾസ്, പച്ചക്കറികൾ അരിയുമ്പോൾ സൈസ് ആൻഡ് ഷേപ്പ് ചേഞ്ചസ്. സ്ട്രെച്ചിങ് എ റബ്ബർ ബാൻഡ്, ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുമ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ദെൻ റിട്ടേൺസ് ടു ഒറിജിനൽ ഫോം വെൻ റിലീസ്ഡ്. അത് വിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഫോമിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. ബ്രേക്കിംഗ് എ ചോക്ക് സ്റ്റിക്ക്, ഒരു ചോക്ക് പൊട്ടിച്ചാൽ സൈസ് ആൻഡ് ഷേപ്പ് ചേഞ്ചസ്, സൈസും വലുപ്പവും അതുപോലെ അതിന്റെ ആകൃതിയും മാറും. Complete the table and present it in the class. Are all the changes happening around us physical changes? നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ഫിസിക്കൽ ചേഞ്ചസ് ആണോ? നോ, അല്ല. ഫിസിക്കൽ ചേഞ്ചസ് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്നത്, മറ്റ് ചില ചേഞ്ചസും നടക്കുന്നുണ്ട്. ഇനി നമുക്ക് അതെന്താണെന്ന് നോക്കാം. ചേഞ്ചസ് ഇൻ ദിസ് വേ ടു. ഇനി മാറ്റങ്ങൾ ഈ രൂപത്തിലും നോക്കാം. ഹാവിൻഡ് യു സീൻ പേപ്പർ ആൻഡ് വുഡ് ബേണിംഗ്? പേപ്പറും അതുപോലെ തടിയും കത്തുന്നത് കണ്ടിട്ടുണ്ടോ? മരവും കത്തുന്നത് കണ്ടിട്ടുണ്ടോ? വാട്ട് ചേഞ്ചസ് ഡസ് ഹാപ്പൺ ഹിയർ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കമ്പയർ ഇറ്റ് വിത്ത് ഫിസിക്കൽ ചേഞ്ച്. അത് ഫിസിക്കൽ ചേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യാം. പേപ്പർ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മരം കത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വിറക് കത്തുമ്പോൾ എന്താണ്, അത് ചാരമായിട്ട് മാറും അല്ലെ? ഈ ചാരത്തെ നമുക്ക് തിരിച്ച് പേപ്പറിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് വുഡിലേക്കോ തടിയിലേക്കോ മാറ്റാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ?
You have already understood that when paper is cut to make new shapes, the substances in the pieces of paper and the paper do not change. പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പും അല്ലെങ്കിൽ എന്താണ് സൈസും മാത്രമേ മാറുന്നുള്ളൂ. അതിന് മറ്റൊരു ചേഞ്ച് വരുന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. Is the substance obtained after burning paper the same as the paper before burning? എന്നാൽ ഒരു പേപ്പർ കത്തിക്കുമ്പോൾ അതിന്റെ സബ്സ്റ്റൻസിന് മാറ്റം വരുന്നില്ലേ? യെസ്, അത് പേപ്പർ എന്നുള്ള സബ്സ്റ്റൻസിൽ നിന്ന് മാറി ചാരം എന്നുള്ള സബ്സ്റ്റൻസ് ആയിട്ട് മാറി, അല്ലേ? Is in the ash obtained after burning the paper a new substance? പേപ്പർ കത്തിച്ച ശേഷമുള്ള ഈ ചാരം അല്ലെങ്കിൽ ആഷ് എന്ന് പറയുന്നത് എന്താ? പുതിയൊരു സബ്സ്റ്റൻസ് അല്ലേ? യെസ്. വാട്ട് ഹാപ്പൻസ് വെൻ ഫയർവുഡ് ബേൺസ്? ഡിസ്കസ്. അതുപോലെ മരത്തടി കത്തുമ്പോൾ എന്താ ഉണ്ടാവുക? അതും ഇത് തന്നെയാണ് അല്ലേ? സെയിം ആണ്, ചാരമാണ് ഉണ്ടാവുന്നത്. ഒരു പെർമനന്റ് സബ്സ്റ്റൻസ് വേറെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. Are the changes that occurred here permanent or temporary? ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ പെർമനന്റ് ആണോ ടെമ്പററി ആണോ? പെർമനന്റ് ആണ്, സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളാണ്. Find more examples of permanent changes. Shall we do an experiment related to this? ഇപ്പോൾ നമുക്കിനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. അതായത് പെർമനന്റ് ആയിട്ട് നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. അതിനു മുന്നായിട്ട് നമുക്ക് ഇത്തരത്തിൽ പെർമനന്റ് ആയിട്ട് നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് എക്സാമ്പിൾസ് നോക്കാം. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. കുക്കിംഗ് ഫുഡ്, ഭക്ഷണം പാകം ചെയ്യുന്നത്. ബേക്കിംഗ് എ കേക്ക്, ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ലൈറ്റിംഗ് എ മാച്ച്, തീപ്പെട്ടി കത്തിക്കുന്നത്. ഫോർമേഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്ക്, പാലിൽ നിന്ന് തൈര് ഉണ്ടാവുന്നത്. ഇതൊക്കെ പെർമനന്റ് ചേഞ്ചസിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ട മെറ്റീരിയൽസ് ഷുഗർ, സ്പൂണ്, മാച്ച് ബോക്സ് അതായത് നമ്മുടെ തീപ്പെട്ടി, ക്യാൻഡിൽ മെഴുകുതിരി, കോക്കനട്ട് ലീഫ്, മിഡ് റിബ്, ലാമ്പ് അതായത് നമ്മുടെ ഈർക്കിൾ കേട്ടോ അത്. ഓക്കെ, ടേക്ക് എ ലിറ്റിൽ ഷുഗർ ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ് യൂസിങ് ദ ലാമ്പ്. ഒരു സ്പൂണിൽ കുറച്ച് പഞ്ചസാര എടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ സ്പൂൺ എന്ത് ചെയ്യുക, ഒരു ലാമ്പിൽ കാട്ടിയിട്ട് ഒരു വിളക്കിൽ കാട്ടിയിട്ട് ചൂടാക്കുക. ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ഷുഗർ. ഷുഗറിന് എന്ത് മാറ്റം ഉണ്ടായെന്ന് നിരീക്ഷിക്കുക. എന്താവും? ഷുഗർ മെൽറ്റ് ആവും അല്ലെ, ഉരുകും. ടേക്ക് ദ മോൾട്ടൺ ഷുഗർ ഓൺ എ കോക്കനട്ട് ലീഫ് മിഡ് റിബ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്. ഈ ഉരുകിയ പഞ്ചസാര ഷുഗർ നിങ്ങളൊരു ഈർക്കിളിന്റെ ഒരു തലപ്പ് ഉപയോഗിച്ച് അതിൽ മുക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എന്തായിരിക്കും? കൈ കൊണ്ട് എടുക്കരുത് കേട്ടോ, കാരണം എന്തായിരിക്കും? ചൂടായിരിക്കും. അപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയുടെ മധുരമായിരിക്കും ഫീൽ ചെയ്യുക. വാട്ട് ഹാപ്പൻസ് ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഫർദർ? ഇനിയും ചൂടാക്കിയാലോ കളറ് മെല്ലെ മെല്ലെ മാറാനായിട്ട് തുടങ്ങും. ഡസ് ദ കളർ ഓഫ് ദ ഷുഗർ ചേഞ്ച്? യെസ്. ആഫ്റ്റർ കൂളിംഗ് ടേക്ക് ദിസ് സബ്സ്റ്റൻസ് ഓൺ അനദർ കോക്കനട്ട് ലീഫ് മിഡ് റിബ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്. എന്നിട്ട് ചൂടാക്കി അതൊന്ന് തണുത്ത ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഒരു ഈർക്കിൾ ഉപയോഗിച്ച് നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾക്കൊരു മധുരവും ബിറ്ററും ഒരു ടേസ്റ്റും ആയിരിക്കും, ഒരു കയ്പിന്റെ അടുത്തുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഫർദർ വീണ്ടും എഗെയിൻ നിങ്ങൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴോ അൺടിൽ ഇറ്റ് ടേൺസ് ബ്ലാക്ക്, അത് ബ്ലാക്ക് കളർ ആവുന്നത് വരെ നിങ്ങൾ ഹീറ്റ് ചെയ്യുക. ഈ ഷുഗർ ബ്ലാക്ക് കളർ ആവുന്നത് വരെ നിങ്ങൾ ഹീറ്റ് ചെയ്യുക. ടേക്ക് ദിസ് സബ്സ്റ്റൻസ് ഓൺ അനദർ കോക്കനട്ട് ലീഫ് മിഡ് റിബ്, കൂൾ ഇറ്റ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്. എന്നിട്ട് വീണ്ടും ഒരു ഈർക്കിളിൽ അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് തണുത്ത ശേഷം ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതെന്തായിരിക്കും? നിങ്ങൾക്ക് ഭയങ്കര ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും കിട്ടുക, അതായത് കയ്പായിരിക്കും ഉണ്ടായിരിക്കുക. ഇസ് ദർ എ ചേഞ്ച് ഇൻ ടേസ്റ്റ്? യെസ്, ടേസ്റ്റിൽ ചേഞ്ച് ഉണ്ട്. ഇസ് ദിസ് എ ന്യൂ സബ്സ്റ്റൻസ്? യെസ്, ഓഫ് കോഴ്സ് അതൊരു പുതിയ സബ്സ്റ്റൻസ് ആണ്, കാരണം അത് കളറിലും രുചിയിലും ഒക്കെ എന്താണ് ആകെ മാറ്റം വന്നിട്ടുണ്ട്. ടാബുലേറ്റ് ദ ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് ടു ഷുഗർ അറ്റ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും ഷുഗറിന് ഉണ്ടായ മാറ്റങ്ങൾ ടേബിളിൽ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ടേബിളിലെ ഓരോ സിറ്റുവേഷൻ, അതിന്റെ ചേഞ്ച്, കളറിൽ, സ്റ്റേറ്റിൽ, ടേസ്റ്റിലുള്ള ചേഞ്ച്, പിന്നെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായോ ഇല്ലയോ അത് എഴുതാനുമാണ് തന്നിട്ടുള്ളത്. ഓൺ മൈൽഡ് ഹീറ്റിംഗ്, ഒന്ന് പതുക്കെ ചൂടാക്കുന്ന സമയത്ത് കളറിൽ നോ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സ്റ്റേറ്റ് മെൽറ്റ് ആവും, അത് ലിക്വിഡിലേക്ക് മാറും. ടേസ്റ്റ് സ്വീറ്റ് തന്നെയാണ്, മധുരം തന്നെയാണ്, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. നോ. ദ മോൾട്ടൺ ഷുഗർ ഈസ് ഹീറ്റഡ് അഗെയിൻ. ഈ ഉരുകിയ പഞ്ചസാര നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് അത് മാറും. ഒരു തിക്ക് ലിക്വിഡ് ആയിട്ടായിരിക്കും അതുണ്ടായിരിക്കുക. സ്വീറ്റ് ടു ബിറ്റർ, ഒരു മധുരം മുതൽ കയ്പ് വരെ നമുക്ക് അതിന്റെ ടേസ്റ്റ് അനുഭവപ്പെടാം. പുതിയ സബ്സ്റ്റൻസിലേക്ക് മാറിയിട്ടില്ല. ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ്, തുടർച്ചയായിട്ടുള്ള ചൂടാക്കലിലൂടെയോ ബ്ലാക്ക് കളറിലേക്ക് അത് മാറും. പിന്നെ സോളിഡ് ഓർ സ്റ്റിക്കി, ഒട്ടിപ്പിടിക്കുന്ന ഒരു ഖരാവസ്ഥയിലേക്ക്, സോളിഡിന്റെ അവസ്ഥയിലേക്ക് അത് വരും. ടേസ്റ്റ് വരുന്നത് ബിറ്റർ ആണ്, ഭയങ്കര കയ്പാണ് വരുന്നത്. ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. യെസ്. ഓക്കെ, അനലൈസ് ദ ചേഞ്ചസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സബ്സ്റ്റൻസ് ഫോംഡ് ഹിയർ. ആർ charcoal the black substance obtained at the end and the sugar the same? നമ്മൾ ഈ എക്സ്പെരിമെന്റിലെ തുടക്കത്തിൽ കണ്ട ഷുഗറും അവസാനത്തിലേക്ക് എത്തിയപ്പോൾ കിട്ടിയ ഈ ചാക്കോൾ, ഈ കരിയും എന്താണ്, ഒരേ സബ്സ്റ്റൻസ് ആണോ? നോ, അല്ല. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ ടേസ്റ്റ്? ടേസ്റ്റിലുള്ള മാറ്റത്തിന് കാരണം എന്താണെന്ന് മനസ്സിലായോ? പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായത് കൊണ്ടാണ് അല്ലേ. കൂൾ ദ സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ്. ഡസ് ദ ന്യൂ സബ്സ്റ്റൻസ് ടേൺ ബാക്ക് ഇൻ ടു ഷുഗർ? ഇനി നമുക്ക് കിട്ടിയ ഈ കരി ഉണ്ടല്ലേ, കറുത്ത സബ്സ്റ്റൻസ്, അത് നമ്മൾ തണുപ്പിക്കാന്ന് വിചാരിക്കുക. അത് തിരികെ ഷുഗർ എന്ന സബ്സ്റ്റൻസിലേക്ക്, ആദ്യത്തെ പോലെ ഷുഗറിലേക്ക് പോവോ?
ഇല്ല ഇല്ല അല്ലേ, അങ്ങനെ പോവില്ല. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ചേഞ്ച്? ഈ മാറ്റത്തിനെല്ലാം എന്താ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകത എന്താണ്? ഈ മാറ്റത്തിൽ നമ്മൾ കണ്ട പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച് അല്ലേ, ഇതൊരു എന്താണ് സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്, ഒരു ടെമ്പററി ചേഞ്ച് അല്ല. ഷാൾ വി ഡു അനദർ എക്സ്പെരിമെന്റ്? ഇനി മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട മെറ്റീരിയൽസ് മാച്ച് ബോക്സ്, മെഗ്നീഷ്യം റിബൺ, സാൻഡ് പേപ്പർ. ക്ലീൻ ദ മെഗ്നീഷ്യം റിബൺ ബൈ റബ്ബിംഗ് ഇറ്റ് വിത്ത് സാൻഡ് പേപ്പർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ. ബേൺ ഇറ്റ് യൂസിങ് എ മാച്ച് സ്റ്റിക്ക്. ഒരു മെഗ്നീഷ്യം റിബൺ എടുത്തിട്ട് നന്നായിട്ട് ഉരതിയ ശേഷം എന്താണ് സാൻഡ് പേപ്പറുമായിട്ട് നന്നായിട്ട് ഉരതുക. അതിനുശേഷം ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു തീപ്പെട്ടി ഉപയോഗിച്ച് അത് കത്തിക്കുക. അപ്പോൾ അതിവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ചസ് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വെരി ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഇൻ ബോത്ത് ദ എക്സ്പെരിമെന്റ്സ് യു ഹാവ് ഡൺ? ഈ രണ്ട് എക്സ്പെരിമെന്റിൽ നമുക്ക് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാം. ദേ കാൺ ബി ചേഞ്ച്ഡ് ബാക്ക് ഇൻ ടു ദ ഒറിജിനൽ സബ്സ്റ്റൻസ്. അവയെ നമുക്ക് ആദ്യം ഇത് തുടക്കത്തിൽ എങ്ങനെയാണോ, അതായത് പഞ്ചസാര മെൽട്ടായ ശേഷം അതിന് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ നമുക്ക് ആക്കാനായിട്ട് പറ്റില്ല. പഞ്ചസാര മെൽട്ടായ ശേഷമല്ല, പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞ് അത് ബ്ലാക്ക് കളർ ആവുന്നത് വരെ നമ്മൾ ഹീറ്റ് ചെയ്ത ശേഷം പിന്നെ വീണ്ടും അത് പഞ്ചസാര ആയി മാറില്ല. Therefore, these changes are permanent changes. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ നമുക്ക് പെർമനന്റ് ചേഞ്ചസ് എന്ന് പറയാം. പെർമനന്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങൾ. സച്ച് ചേഞ്ചസ് ആർ കെമിക്കൽ ചേഞ്ചസ്. ഇങ്ങനെയുള്ള പെർമനന്റ് ചേഞ്ചസ് കെമിക്കൽ ചേഞ്ചസ് ആണ്. ടെമ്പററി ചേഞ്ചസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ചേഞ്ചസ് ആയിരുന്നു. പെർമനന്റ് ചേഞ്ചസ് എല്ലാം കെമിക്കൽ ചേഞ്ചസ് ആണ്. ഇൻ കെമിക്കൽ ചേഞ്ചസ് ഓൾസോ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. കെമിക്കൽ ചേഞ്ചസിലും ഹീറ്റ് ഒന്നുകിൽ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്? ഡിസ്കസ്. കെമിക്കൽ ചേഞ്ചസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. When a chemical change occurs, the chemical properties of the substance change and new substance are formed. കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഒരു സബ്സ്റ്റൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറുകയും ഒരു പുതിയ പദാർത്ഥം ഉണ്ടാവുകയും ചെയ്യും. എനർജി ഈസ് യൂഷ്വലി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് വെൻ സച്ച് എ ചേഞ്ച് ഒക്കെ. സാധാരണ ഇങ്ങനെ ഒരു ചേഞ്ച് നടക്കുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യുകയോ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് കളയുകയോ ചെയ്യും. കെമിക്കൽ ചേഞ്ചസ് ആർ പെർമനന്റ്. കെമിക്കൽ ചേഞ്ചസ് എല്ലാം പെർമനന്റ് ആണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. വെൻ എ കെമിക്കൽ ചേഞ്ച് occurs, the chemical properties of the substance change and a new substance are formed. Energy is usually absorbed or released when such a change occurs. You have understood the major differences between the changes that occurred on heating wax and sugar. ഒരു മെഴുകും ഒരു പഞ്ചസാരയും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങളിൽ ഉള്ള വ്യത്യാസമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഡിസ്കസ് ആൻഡ് ടാബുലേറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. നമുക്കറിയാം വാക്സ് ഒരുക്കുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്, വൈൽ ഷുഗർ ഒരുക്കുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. സോ ഈ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേബിളിൽ എഴുതണം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. കെമിക്കൽ ചേഞ്ചിലോ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച്. ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിസിക്കൽ ചേഞ്ചിൽ നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. കെമിക്കൽ ചേഞ്ചിൽ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചിൽ ഇറ്റ് ഡസൻറ്റ് ഓൾവേസ് ഹാവ് ടു അബ്സോർബ് ആൻഡ് റിലീസ് ഇറ്റ്. എല്ലാ സമയത്തും ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യണമെന്നില്ല. കെമിക്കൽ ചേഞ്ചിൽ റിസീവ്സ് ആൻഡ് റിലീസ് ഹീറ്റ്. ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും സ്വീകരിക്കുകയും പുറത്തു കളയുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് ഇനി ഫിസിക്കൽ ചേഞ്ചിൽ ഓൺലി ദ ഷേപ്പ്, സൈസ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചിൽ ഒന്നുകിൽ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അത് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. കെമിക്കൽ ചേഞ്ചിൽ ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ചേഞ്ചസ്. ആ സബ്സ്റ്റൻസിന്റെ കെമിക്കൽ സ്ട്രക്ചർ തന്നെ ആകെ മാറിപ്പോകുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചിൽ ദ ചേഞ്ച് ഈസ് ടെമ്പററി. ചേഞ്ച് എന്താണ്? താൽക്കാലികമാണ്. കെമിക്കൽ ചേഞ്ചിൽ ചേഞ്ച് ഈസ് കോൺസ്റ്റന്റ് ഓർ പെർമനന്റ്. ചേഞ്ച് സ്ഥിരമാണ്. കെമിക്കൽ ചേഞ്ച് ഇൻ ഡെയിലി ലൈഫ്. മെനി കെമിക്കൽ ചേഞ്ചസ് ഒക്കർ ഡെയിലി ഇൻ നേച്ചർ. പ്രകൃതിയിൽ എല്ലാ ദിവസവും ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. വി മേക്ക് യൂസ് ഓഫ് മെനി ഓഫ് ദീസ് ചേഞ്ചസ് ഇൻ അവർ ഡെയിലി ലൈഫ്സ്. അതിൽ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പുലർത്തി വരുന്നതാണ്. ഷാൾ വി ഡിസ്കസ് സച്ച് എക്സ്പീരിയൻസ്? അങ്ങനെയുള്ള ചില എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ മാംഗോ ഹാസ് റൈപ്പൺ? ഒരു മാങ്ങ പഴുത്തു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അതിൻ്റെ സ്മെല്ല് മാറും, അതുപോലെ അതിൻ്റെ കളർ മാറും അല്ലേ? ദ റൈപ്പനിങ് ഓഫ് എ മാംഗോ ഇൻവോൾവ്സ് കെമിക്കൽ ചേഞ്ചസ്. ഇത്തരത്തിലൊരു മാങ്ങ പഴുക്കുന്നത് ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് അതിനുള്ളിൽ നടക്കുന്നത് കൊണ്ടാണ്. ഹൗ ഈസ് മിൽക്ക് കൺവേർട്ടഡ് ടു കേർഡ്? പാല് തൈരായി മാറുന്നത് എങ്ങനെയാണ്? അതും പാലിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നതുകൊണ്ടാണ്. കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ഡ്യൂറിങ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് ഓൾസോ. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്, പാല് തൈരാക്കുന്ന സമയത്തും കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. സം കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിലോ. ഡിസ്കസ് ദം.
കുറച്ച് നമ്മളുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ഡൈജഷൻ ഓഫ് ഫുഡ്, നമ്മുടെ ഭക്ഷണങ്ങളുടെ ദഹനം. വേർഡിഗ്രീസ് ഓൺ കോപ്പർ വെസൽ, കോപ്പർ പാത്രങ്ങളുടെ ചെമ്പ് പാത്രങ്ങളിലുള്ള ക്ലാവ് പിടിക്കല്. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. സോർട്ടിംഗ് ഓഫ് കേർഡ്, തൈര് പുളിക്കുന്നത്. ബേണിംഗ് ഓഫ് സ്പാർക്ലേഴ്സ്, പൂത്തിരി കത്തുന്നത്. കുക്കിംഗ് ഫുഡ്, ഭക്ഷണം പാകം ചെയ്യുന്നത്. കളർ ചേഞ്ച് ഓഫ് സ്ലൈസ്ഡ് ആപ്പിൾ, മുറിച്ചു വെച്ച ആപ്പിളിന്റെ നിറം മാറുന്നത്. ഡികമ്പോസിഷൻ ഓഫ് വേസ്റ്റ്, മാലിന്യങ്ങൾ ഡീകമ്പോസ്ഡ് ആവുന്നത്, മാലിന്യങ്ങളൊക്കെ ജീർണിക്കുന്നത്. Among this, there are chemical changes that are useful and not useful for us. ഈ കെമിക്കൽ ചേഞ്ചസിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയ കെമിക്കൽ ചേഞ്ചസും ഉണ്ട്, അതുപോലെ യൂസ്ഫുൾ അല്ലാത്ത കെമിക്കൽ ചേഞ്ചസും ഉണ്ട്. Tabulate and present them in the class. Find more examples of chemical changes and write them in your science diary. ഇനി കെമിക്കൽ ചേഞ്ചസ് കുറച്ചുകൂടെ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെയിലി ലൈഫിൽ ഒരുപാടുണ്ട്, അത് മക്കൾക്ക് അന്വേഷിച്ച് അറിയാവുന്നതാണ്. Can we control the chemical changes that are not useful to us? നമുക്ക് ഉപകാരപ്രദമല്ലാത്ത കെമിക്കൽ ചേഞ്ചസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമോ? യെസ്, പറ്റും അല്ലേ? പല കാര്യങ്ങളും പറ്റും. വാട്ട് ഡു വി യൂഷ്വലി ഡു ടു പ്രിവെന്റ് റസ്റ്റിംഗ് ഓഫ് അയൺ? ഇരുമ്പ് തുരുമ്പിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? അതിൽ പെയിന്റ് അടിക്കാറാണല്ലേ, പെയിന്റ് ചെയ്യാറുണ്ട്. Haven't you noticed that iron pans are usually greased with oil? അയൺ പാനുകളൊക്കെ ഗ്രീസ് ചെയ്യുന്നത്, ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? Find other methods like this that are being used to control chemical changes. Write them down. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ എന്താണ് പറയുക, ഇരുമ്പിനൊക്കെ പെയിന്റ് കൊടുക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റസ്റ്റ്, ഇനി തുരുമ്പിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. റസ്റ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അയൺ വിത്ത് ദ മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ ഇൻ ദ എയർ. അയണ്, ഇരുമ്പ് അന്തരീക്ഷത്തിലുള്ള ഈർപ്പവുമായിട്ടും അതുപോലെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ടും റിയാക്ട് ചെയ്യുമ്പോഴാണ് റസ്റ്റ് ഫോം ചെയ്യുന്നത്, തുരുമ്പ് ഫോം ചെയ്യുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ ഒബ്ജക്ട്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഗ്രീസിംഗ് ദം വിത്ത് ഓയിൽ ഓർ പെയിന്റിംഗ്. ബൈ ഡൂയിങ് ദിസ് ദ കോണ്ടാക്ട് ഓഫ് അയൺ വിത്ത് എയർ ഈസ് പ്രിവെന്റഡ്. അയൺ വസ്തുക്കൾ, ഇരുമ്പ് വസ്തുക്കൾ നമ്മൾ ഗ്രീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ തുരുമ്പ് വരാതിരിക്കും. കാരണം എന്താണ്, ഈ അങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ ഒരു കോട്ടിങ് കൊടുക്കല്ലേ, അപ്പം അന്തരീക്ഷത്തിലെ വായുമായിട്ട് അത് റിയാക്ട് ചെയ്യില്ല, പ്രിവെന്റ് ചെയ്യും. അങ്ങനെയാണ് തുരുമ്പ് വരാതിരിക്കുന്നത്. സ്പോയിലേജ് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഡ്യൂ ടു കെമിക്കൽ ചേഞ്ചസ് കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയ. അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കളിൽ ബാക്ടീരിയകൾ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ പല കെമിക്കൽ ചേഞ്ചസ് നടക്കുകയും ഭക്ഷണങ്ങൾ കേടുവന്ന് പോവുകയും ചെയ്യുന്നത്. വാട്ട് ഈസ് യൂഷ്വലി ഡൺ അറ്റ് ഹോം ടു പ്രിവെന്റ് ദിസ്? ഇത് തടയാനായിട്ട്, അതായത് ഭക്ഷണ വസ്തുക്കൾ കേടുവരുന്നത് തടയാനായിട്ട് സാധാരണ നമ്മൾ വീട്ടിൽ എന്താ ചെയ്യാറുള്ളത്? സ്റ്റോറിങ് ഇൻ എ റെഫ്രിജറേറ്റർ, ഫ്രീസിങ്, ഡ്രൈയിങ്, ഉണക്കി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക, ഫ്രീസ് ചെയ്യാം. സോൾട്ടിങ്, ഉപ്പിലിട്ട് വെക്കുന്നത്. ഷുഗറിങ്, ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു വെക്കുന്നത്. പിക്ലിങ്, അച്ചാറിട്ട് വെക്കുന്നത്. ബോയിലിംഗ്, തിളപ്പിക്കുന്നത്. വാക്വം സീലിംഗ്. ലെറ്റ്സ് ഒബ്സർവ് ആൻഡ് ഫൈൻഡ്. ലെറ്റ്സ് ഡു സം എക്സ്പെരിമെന്റ് യൂസിങ് സം സബ്സ്റ്റൻസസ് അവൈലബിൾ അറ്റ് ഹോം. നമുക്ക് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. അതിനുവേണ്ട മെറ്റീരിയൽസ്, സയൻസ് കിറ്റിൽ നിങ്ങൾ എടുത്തു വെക്കേണ്ട മെറ്റീരിയൽസ്: വിനിഗർ, എഗ്ഷെല്ല് അതായത് മുട്ടത്തോട്, ബേക്കിംഗ് സോഡ, ഗ്ലാസ്, സ്പൂണ്. 2 എക്സ്പെരിമെന്റ് ആണുള്ളത്. ആദ്യത്തെ നോക്കൂ. ക്രഷ് ദ എഗ്ഷെൽ ഇൻ ടു സ്മോൾ പീസസ്. മുട്ടത്തോട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടിക്കുക. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് ഈസ് ദിസ്? ഇതെന്ത് ചേഞ്ചാണ്? ദിസ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണല്ലേ. പുട്ട് എ ഫ്യൂ പീസസ് ഓഫ് എഗ്ഷെൽ ഇൻ എ ഗ്ലാസ്. അതിൽ നിന്ന് കുറച്ച് പീസ് ഗ്ലാസ്സിലേക്ക് എടുക്കുക. പോ വിനെഗർ ഇൻ ടു ഇറ്റ് ആൻഡ് ഒബ്സർവ് ദ ചേഞ്ചസ്. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക. ഡിസ്കസ് ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ. അവിടെ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അത് എഴുതണം. When eggshell pieces are placed in vinegar, bubbles of carbon dioxide gas form as the acid reacts with the calcium carbonate in the eggshell. ഈ മുട്ടത്തോടിൽ എന്താ ഉള്ളത്? കാൽഷ്യം കാർബണേറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റുമായി വിനാഗിരി റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ബബിൾസ് ഉണ്ടാവും. ഈ ബബിൾസ് എന്ന് പറയുന്നത് എന്താ? കാർബൺ ഡയോക്സൈഡ് ആണ്. അതായത് എഗ്ഷെല്ലിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ അവിടെ ബബിൾസ് ഫോം ചെയ്യുന്നു. ബബിൾസ് കാർബൺ ഡയോക്സൈഡ് ആണ്. This shows a chemical change because a new substance, carbon dioxide, is produced and the shell slowly dissolves. ഇതെന്തുകൊണ്ടാണ്? ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്. പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടായി, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു പുതിയ സബ്സ്റ്റൻസും ഉണ്ടായി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് മുട്ടത്തോടിന്? ഈ മുട്ടത്തോട് പതുക്കെ അതിൽ ഡിസോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്താണ്? ടേക്ക് എ ലിറ്റിൽ വിനെഗർ ഇൻ എ ഗ്ലാസ് ആൻഡ് ആഡ് 1 സ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ ടു ഇറ്റ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വിനാഗിരി എടുക്കുക, അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് എഴുതുക. When vinegar and baking soda are mixed, bubbles of carbon dioxide gas are released with fizzing and foaming.
അങ്ങനെ വിനാഗിരിയിലേക്ക് ബേക്കിംഗ് സോഡ ഒഴിക്കുന്ന സമയത്ത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ട് പതഞ്ഞ് പൊന്തുന്നതായിട്ട് നമുക്ക് കാണാം. ദിസ് ഇസ് എ കെമിക്കൽ ചേഞ്ച് ബിക്കോസ് എ ന്യൂ സബ്സ്റ്റൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോംഡ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ. ഇതും ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അവിടെ ഉണ്ടാവുന്ന പുതിയ സബ്സ്റ്റൻസ് എന്ന് പറയുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. Select different objects and design experiments with the help of the teacher. Conduct the experiments, record conclusions, present them in the class and discuss. ഇപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ വസ്തുക്കൾ എടുക്കുക, എന്നിട്ട് റിയാക്ഷൻ ചെയ്ത് നോക്കുക, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ക്ലാസ്സിൽ കണ്ടെത്തുക. When a sparkler is lit, ഇനി പൂത്തിരി കത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. Isn't it fascinating to watch a lightened sparkler? What are the things that attract you? പൂത്തിരി കത്തുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. ആ സമയത്ത് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന പൂത്തിരി കത്തിക്കുമ്പോൾ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൗണ്ട്, അതിൻ്റെ സൗണ്ട്, പിന്നെ കളറ്, അതുപോലെ ലൈറ്റ്, പ്രകാശം അല്ലേ. We know that when a sparkler is lit, a chemical change takes place. ഒരു പൂത്തിരി കത്തിക്കുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. When a sparkler is lit, forms of energy like sound, light and heat are produced. പൂത്തിരി കത്തുന്ന സമയത്ത് ലൈറ്റ് എനർജി, സൗണ്ട് എനർജി, ഹീറ്റ് എനർജി, ഇങ്ങനെ 3 എനർജികൾ ഉണ്ടാവുന്നുണ്ട്. യു നോ ദാറ്റ് സൗണ്ട്, ലൈറ്റ് ആൻഡ് ഹീറ്റ് ആ ഫോംസ് ഓഫ് എനർജി. ഇത് 3 ലൈറ്റ്, സൗണ്ട്, ഹീറ്റ്, ഇത് 3 എന്താണ്? എനർജിയുടെ ഓരോ ഫോം, എന്താ പറയുക, രൂപങ്ങളാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ എനർജി ചേഞ്ചസ് വെൻ എ സ്പാർക്ലർ ഈസ് ലിറ്റ്? ഇങ്ങനെ ഒരു പൂത്തിരി കത്തുന്ന സമയത്ത് ഇത്തരത്തിൽ എനർജി ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? There are chemical substances in a sparkler. ഒരു പൂത്തിരിയിൽ ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കൽ എനർജി. ഈ സബ്സ്റ്റൻസിലെല്ലാം കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കെമിക്കൽ എനർജി ഈസ് പ്രസന്റ് നോട്ട് ഓൺലി ഇൻ ദ സബ്സ്റ്റൻസസ് പ്രസന്റ് ഇൻ സ്പാർക്ലർ ബട്ട് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. പൂത്തിരിയിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സബ്സ്റ്റൻസിലും എന്തുണ്ട്? കെമിക്കൽ എനർജി ഉണ്ട്. When the sparkler is lit, the chemical energy in the sparkler is converted into forms of energy like sound, light and heat. അപ്പോൾ ഈ കെമിക്കൽ എനർജി പൂക്കുത്തിരി കത്തിക്കുന്ന സമയത്ത് അത് ലൈറ്റ് എനർജിയും സൗണ്ട് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ ഈ ബോക്സിൽ തന്നിട്ടുള്ളത്. There are chemical substances in a sparkler. It contains chemical energy. Chemical energy is present not only in the substances present in a sparkler but in all substances. When the sparkler is lit, the chemical energy in the sparkler is converted into the forms of energy like sound, light and heat. Which are the energy changes that happen when a sparkler is lit? Complete the illustration given below. ഒരു പൂത്തിരി കത്തിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന എനർജി ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കെമിക്കൽ എനർജി ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും സൗണ്ട് എനർജിയുമായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. Some chemical changes are given in the table. Discuss the energy changes taking place in them. Put a tick mark in the appropriate columns. Write the conclusion in the science diary. നമുക്ക് ചില സന്ദർഭങ്ങളിലുള്ള കെമിക്കൽ എനർജി ചേഞ്ചസ് തന്നിട്ടുണ്ട്. അത് ഓരോ സിറ്റുവേഷനിലും എന്തെന്ത് എനർജികളാണ് ചേഞ്ച് ആവുന്നത്, എന്തെന്ത് എനർജികളാണ് ഉണ്ടാവുന്നതെന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് പേപ്പർ ബേൺസ്. പേപ്പർ കത്തിക്കുന്ന സമയത്ത് അതൊരു കെമിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. ആ പേപ്പർ കത്തിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം എന്താണ്, ഹീറ്റും ഉണ്ടാവും ലൈറ്റും ഉണ്ടാവും. സോ ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും ഉണ്ടാവും. ക്യാംഫർ ബേൺസ്, ഒരു മെഴുക്, എന്താ പറയുക, ക്യാംഫർ എന്ന് വെച്ചാൽ നമ്മുടെ കർപ്പൂരം കത്തിക്കുന്ന സമയത്ത് അതുപോലെ ഹീറ്റും ലൈറ്റും ഉണ്ടാകും. 3ാമത്തെ സിറ്റുവേഷൻ ഫയർ ക്രാക്കേഴ്സ് ബേസ്റ്റ്. പടക്കം പൊട്ടുന്ന സമയത്ത് ഹീറ്റും ഉണ്ടാവും ലൈറ്റും ഉണ്ടാവും അതുപോലെ സൗണ്ടും ഉണ്ടാവും അല്ലെ. കുക്കിംഗ് ഗ്യാസ് ബേൺസ്. ഗ്യാസ് കത്തുന്ന സമയത്ത് എന്താണ്, അവിടെ ഹീറ്റും ലൈറ്റും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എനർജി ചേഞ്ച് ഇൻ പ്ലാന്റ്സ് ടു. ഇനി പ്ലാന്റ്സിലും എനർജി ചേഞ്ച് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ. വാട്ട് ഈസ് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്? ഈ പിക്ചറിൽ തന്നിരിക്കുന്നത് പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏതാണ് മക്കളെ പ്രോസസ്സ്? ഫോട്ടോസിന്തസിസ് ആണല്ലേ. നമുക്കറിയാം, നോക്കൂ, വാട്ടർ മണ്ണിൽ നിന്ന് എടുക്കുന്നുണ്ട്, അതുപോലെ സൺലൈറ്റ് സൂര്യനിൽ നിന്ന് എടുക്കുന്നുണ്ട് ഫ്ലവറിൽ അല്ലേ, പ്ലാന്റ്. അപ്പൊ അതിൽ ഫോട്ടോസിന്തസിന്റെ പ്രോസസ് ആണ് തന്നിട്ടുള്ളത്. വിച്ച് സബ്സ്റ്റൻസസ് ആർ ബീയിങ് യൂസ്ഡ് ഹിയർ? ഇവിടെ യൂസ് ചെയ്ത സബ്സ്റ്റൻസസ്, അതായത് ഫോട്ടോസിന്തസിന് യൂസ് ചെയ്ത സബ്സ്റ്റൻസസ് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ്, വാട്ടർ, ക്ലോറോഫിൽ തുടങ്ങിയവയാണ്. വിച്ച് ഫോം ഓഫ് എനർജി ഡു പ്ലാന്റ്സ് യൂസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന്റെ സമയത്ത് പ്ലാന്റ്സ് എന്ത് എനർജിയാണ് യൂസ് ചെയ്യുന്നത്? ലൈറ്റ് എനർജിയാണ് അല്ലെ. നമുക്കറിയാം സൺലൈറ്റിൽ നിന്നുള്ള എനർജിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. The food that plants produce through photosynthesis is glucose. ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണ് ഗ്ലൂക്കോസ്. ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കൽ എനർജി. ഈ ഗ്ലൂക്കോസിൽ കെമിക്കൽ എനർജി അടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് യൂസിങ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്
ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വാട്ടറിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സഹായത്തോട് കൂടിയിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറോഫില്ലിന്റെയും സഹായത്തോട് കൂടിയിട്ടാണ് പ്ലാന്റ്സ് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. You have understood that when plants produce food, light energy is stored as chemical energy. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? പ്ലാന്റ്സ് സൺലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് എനർജി എടുത്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ഫുഡാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് എന്താണ്? കെമിക്കൽ എനർജി ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Does this chemical energy stored in plants reach other living organisms? How does this happen? Discuss. ഈ പ്ലാന്റ്സിലുള്ള ഈ കെമിക്കൽ എനർജി മറ്റ് ഓർഗാനിസംസിലേക്ക്, മറ്റ് ജീവികളിലേക്ക് എത്തുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. നമ്മൾ പ്ലാന്റ്സ് കഴിക്കുമ്പോൾ, നമ്മൾ സസ്യങ്ങൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ലീഫ് സംഭവങ്ങൾ, പ്ലാന്റിന്റെ എന്തെങ്കിലും പാർട്ട് കഴിക്കുന്ന സമയത്ത് ആ കെമിക്കൽ എനർജി നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സ്. ഇപ്പോൾ ഏതെങ്കിലും ജീവികൾ പ്ലാന്റ്സ് കഴിച്ചു, സപ്പോസ് ഹെന്ന അല്ലെങ്കിൽ കൗവ്, അതെന്തെങ്കിലും പ്ലാന്റ്സ് കഴിച്ചു, സസ്യങ്ങൾ കഴിച്ചു, എന്നിട്ട് നമ്മൾ ആ കൗവിനെ കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മീറ്റ് കഴിക്കുകയാണെങ്കിലും ഇറച്ചി കഴിക്കുകയാണെങ്കിലും ഒക്കെ അതിന്റെ എനർജിയും നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫയർഫ്ലൈ എന്ന് വെച്ചാൽ എന്താ മക്കളെ? മിന്നാമിനുങ്ങ്. ഹാവിൻ യു സീൻ ഫയർഫ്ലൈസ് ഗ്ലോവിങ് അറ്റ് നൈറ്റ്? മിന്നാമിനുങ്ങുകൾ രാത്രി പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? സെർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ദയർ ബോഡി പ്രൊഡ്യൂസ് ലൈറ്റ്. അവയുടെ ശരീരത്തിലുള്ള ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൻ എ ഫയർഫ്ലൈ ഗ്ലോസ്, കെമിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. ഇങ്ങനെ മിന്നാമിനുങ്ങ് കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകാശിക്കുന്ന സമയത്ത് അവയുടെ ശരീരത്തിലുള്ള ഈ കെമിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെറ്റ്സ് എക്സ്പ്ലോർ മോർ എക്സാമ്പിൾസ് ഓഫ് എനർജി ചേഞ്ച്. അപ്പോൾ ഇത്തരത്തിൽ ഒരു എനർജിയിൽ നിന്ന് മറ്റു എനർജിയിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. എനർജി ചേഞ്ച് ഇൻ ഡെയിലി ലൈഫ്. എനർജി ചേഞ്ചസ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ എനർജി ചേഞ്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Haven't you seen a mixer grinder working which energy is used to operate the mixer grinder? നമ്മൾ ഗ്രൈൻഡർ അല്ലെങ്കിൽ മിക്സി വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ എന്ത് എനർജിയാണ് എന്തായിട്ടാണ് മാറുന്നത്? നമുക്ക് കറണ്ട് കൊടുക്കുമ്പോഴാണല്ലേ മിക്സി വർക്ക് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജിയാണ് ഇവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട്. അതായത് മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ ഒരു യാന്ത്രികോർജം എന്ന് പറയും. യന്ത്രം, ഒരു മിക്സ് എന്ന് പറയുന്നത് ഒരു യന്ത്രം അല്ലെങ്കിൽ ഒരു ഉപകരണമാണല്ലോ. അതിലെ നിന്ന് കിട്ടുന്ന ഒരു എനർജി ആയിട്ട് മാറാണ്. അതുകൊണ്ടാണ് അതിനെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഡു എനി പാർട്സ് ഓഫ് ദ മിക്സർ ഗ്രൈൻഡർ മൂവ്? വിച്ച് ഫോം ഓഫ് എനർജി ഇസ് റിക്വയർഡ് ടു മൂവ് ദ മെഷീൻ പാർട്സ്? മിക്സി വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പാർട്സ് മൂവ് ചെയ്യുന്നുണ്ടോ, റൗണ്ട് ചെയ്യുന്നുണ്ടോ? യെസ്. മിക്സി വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ നടുവിലുള്ള ഭാഗം കറങ്ങുന്നുണ്ട് അല്ലെ? ബ്ലേഡ് വെച്ച് ആ ഭാഗം കറങ്ങുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. മൂവിങ് മെഷീൻ പാർട്സ് പോസസ് മെക്കാനിക്കൽ എനർജി. കറങ്ങുന്ന അല്ലെങ്കിൽ ഇളകുന്ന മെഷീൻ പാർട്സ് ഉണ്ടാക്കുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വൈൽ ദ മെഷീൻ പാർട്ട് ഓഫ് ദ മിക്സർ ഗ്രൈൻഡർ വർക്ക്സ്. മിക്സി വർക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് എനർജിയും ഉണ്ടാവുന്നുണ്ട് അല്ലെ? അപ്പാർട്ട് ഫ്രം ദ ഫോംസ് ഓഫ് എനർജി ഡിസ്കസ്ഡ് ഏർലിയർ, ആർ ദർ എനി അതർ ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഹിയർ? നമ്മൾ മുൻപ് പറഞ്ഞ എനർജി ഫോംസ് അല്ലാതെ ഇവിടെ വേറെ ഏതെങ്കിലും എനർജി വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഏതൊക്കെയാ പറഞ്ഞ മക്കളെ? ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജിയും അതുപോലെ സൗണ്ട് എനർജിയുമായിട്ട് മാറുന്നതാണ് അല്ലേ? അതുകൂടാതെ മറ്റൊരു എനർജി കൂടെ അവിടെ ഉണ്ട്. എന്താണ്? നോക്കൂ. സ്വിച്ച് ഓഫ് ദ മിക്സർ ഗ്രൈൻഡർ ആൻഡ് ടച്ച് ഇറ്റ്, ഈസ് ഇറ്റ് വാം? മിക്സി കുറച്ച് സമയം പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞ് അത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മിക്സി തൊട്ട് നോക്കുക. നമുക്ക് എന്ത് അനുഭവപ്പെടും? ഒരു ഹീറ്റ് അനുഭവപ്പെടും, ചൂട് അനുഭവപ്പെടും. അതായത് അവിടെ ഹീറ്റ് എനർജിയും ഉണ്ടാവുന്നുണ്ട്. You have understood that when a mixer grinder works, electrical energy changes into various forms of energy. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മിക്സി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി, നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും മെക്കാനിക്കൽ എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. What are the energy changes that occur when a mixer grinder works? Write them in the science diary. ഒരു മിക്സി വർക്ക് ചെയ്യുന്ന സമയത്തുള്ള എനർജി ചേഞ്ചസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മെക്കാനിക്കൽ എനർജിയും സൗണ്ട് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. Have you understood that when a mixer grinder works, electrical energy is converted into mechanical energy, sound energy and heat energy? Discuss the devices that convert electrical energy into mechanical energy and write them in the science diary.
ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡിവൈസ് അതിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ അത്തരത്തിലുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാടുണ്ട്. ഫാന്, മിക്സർ ഗ്രൈൻഡർ, മോട്ടോർ, ഗ്രൈൻഡർ, ഡ്രില്ലിംഗ് മെഷീൻസ്, ഇതെല്ലാം ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Observe the pictures given below. What energy transformations do we utilize in each device? നമുക്ക് താഴെ 4 ഡിവൈസുകൾ തന്നിട്ടുണ്ട്. ഈ ഓരോ ഡിവൈസിലും എന്ത് തരത്തിലുള്ള എനർജി ചേഞ്ച് ആണ് നടക്കുന്നത് എന്ന് എഴുതണം. ആദ്യത്തേത് അയൺ ബോക്സ് ആണ്. അയൺ ബോക്സിൽ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുക്കുന്നു, ഹീറ്റ് എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ അടുത്തത് ഇൻവേർട്ടർ ആണ്. അത് നമ്മൾ കെമിക്കൽ എനർജി അതിലേക്ക് കൊടുക്കുന്നു, നമുക്ക് തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു. പിന്നെ അടുത്തത് ബോക്സ് ആണ് അല്ലെ, സൗണ്ട് ബോക്സ് ആണ്. അതിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ സൗണ്ട് എനർജി നമുക്ക് കിട്ടുന്നു. അവസാനത്തേത് ഒരു സെല്ലിൽ നിന്ന് ബൾബ് പ്രകാശിപ്പിക്കുന്നതാണ്. അവിടെ സെല്ലായതുകൊണ്ട് നമ്മൾ കെമിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്, ലൈറ്റ് എനർജി നമുക്ക് തിരിച്ചു കിട്ടുന്നു. നൗ ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് യൂട്ടിലൈസിങ് എനർജി ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് റൈറ്റ് ദം. ഇനി ഇത്തരത്തിലുള്ള എനർജി ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്ന കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് നോക്കാം. ആദ്യത്തേത് നോക്കൂ, ടോർച്ച്. ടോർച്ചിൽ നമ്മൾ കെമിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാഷിംഗ് മെഷീനിൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയും സൗണ്ട് എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക് കെറ്റിലിൽ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ടെലിവിഷനിൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജിയും സൗണ്ട് എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡോർബെല്ലിൽ, അതായത് നമ്മുടെ കോളിംഗ് ബെല്ലിലൊക്കെ ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എനർജി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എനർജി ലോസ്. ഇനി എനർജി ട്രാൻസ്ഫോർമേഷന്റെ സമയത്ത് എന്തും ഉണ്ടാവുന്നുണ്ട്, എനർജി ലോസും ഉണ്ടാവുന്നുണ്ട്, എനർജി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചാണ് നോക്കുന്നത്. When energy transformation occurs, doesn't a lot of energy get wasted without being used? ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാട് എനർജികൾ വേറെ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം എനർജി ലോസ് അല്ലേ? വി യൂസ് ആൻ ഇലക്ട്രിക് ബൾബ് ടു ഗെറ്റ് ലൈറ്റ്. നമ്മളൊരു ഇലക്ട്രിക് ബൾബ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കത്തിക്കുന്നത്. ബട്ട് ഡസൻ ഹീറ്റ് ഓൾസോ ജനറേറ്റഡ് ഇൻ ദ ബൾബ്. പക്ഷെ ഈ ബൾബ് കത്തുന്ന സമയത്ത് കുറച്ച് സമയം ബൾബ് കത്തി കഴിഞ്ഞാൽ അത് ചൂടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഹീറ്റ് ആയിട്ട് എന്താണ്, എനർജി വെറുതെ വേസ്റ്റ് ആയി പോവുകയാണ്, അല്ലെങ്കിൽ എനർജി ലോസ് ആയി പോവുകയാണ്. ഹീറ്റ് ജനറേറ്റഡ് ലൈക്ക് ദിസ് ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. The pictures below show 3 different types of bulbs we have used at different periods. താഴെ നമുക്ക് നമ്മളെ വ്യത്യസ്ത കാലഘട്ടത്തിൽ യൂസ് ചെയ്ത 3 ബൾബുകൾ തന്നിട്ടുണ്ട്. The amount of light obtained in all 3 cases is almost the same. അതിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് എന്താണ്, എല്ലായ്പ്പോഴും സെയിം ആണ്. പക്ഷെ അതിലുള്ള ഇലക്ട്രിക് ലോസ്, എനർജി ലോസ് കുറവാണ്. നമുക്ക് നോക്കാം. ആദ്യ കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഫിലമെന്റ് ബൾബാണ്. അതായത് ചുവന്ന നിറത്തിലായിരിക്കും അല്ലെ, അതിന്റെ ലൈറ്റ് ഉണ്ടായിരിക്കും ഓറഞ്ച് നിറത്തിൽ. അതിൽ മോർ ഇലക്ട്രിസിറ്റി യൂസേജ്, ഒരുപാട് കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജനറേറ്റ്സ് മോർ ഹീറ്റ് എനർജി, ഒരുപാട് ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ CFLI, അതിൽ ലെസ് എനർജി യൂസേജ്, ജനറേറ്റ് ലെസ് ഹീറ്റ് എനർജി, അതിൽ കുറഞ്ഞ കറണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ, ഹീറ്റ് ലോസും കുറവാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത് LED ബൾബാണ്. അതിലെങ്ങനെയാണ്, വെരി ലെസ് ഇലക്ട്രിസിറ്റി യൂസേജ്, ജനറേറ്റ്സ് വെരി ലെസ് ഹീറ്റ് എനർജി, വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഹീറ്റ് എനർജി ലോസും എന്താണ്, വളരെ കുറവാണ്. Which of these do you use more in your house? Why? Analyze the energy transformation happening in each and find the reason. നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതിനുള്ള റീസൺ എന്താണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. We use LED bulbs more in our house because LED bulbs use very less electricity and generate very less heat energy. We don't utilize the heat energy produced along with light energy when a bulb glows. Unutilized heat energy is energy loss. നമ്മളുടെ വീടുകളിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് LED ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൽ വളരെ കുറവ് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നുള്ളൂ, പിന്നെ വളരെ കുറവ് ഹീറ്റ് എനർജി മാത്രമേ അത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എനർജി ലോസ് കുറവാണ്. സോ അങ്ങനെയുള്ള LED ലൈറ്റ്സ് ആണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. We don't utilize the heat energy produced along with light energy when a bulb glows. Unutilized heat energy is energy loss. ഒരു ബൾബ് കത്തുന്ന സമയത്ത് അതിൽ ലൈറ്റ് എനർജി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്നുണ്ടാവുന്ന ഹീറ്റ് എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതെന്താണ്, എനർജി ലോസ് ആണ്. What is the advantage of reducing the use of filament bulbs and increasing the use of LED bulbs? അപ്പോൾ ഇത്തരത്തിൽ ഫിലമെന്റ് ബൾബുകൾ അതിന്റെ ഉപയോഗം കുറയ്ക്കുകയും
LED ബൾബുകളുടെ ഉപയോഗം കൂട്ടുകയും ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്? നമുക്ക് എനർജി ലോസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ പ്രൊമോഷൻ ഓഫ് LED ബൾബ്സ് ബൈ ദ ഇലക്ട്രിസിറ്റി ബോർഡ്? അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇന്നത്തെ കാലത്ത് കൂടുതലും LED ബൾബ് യൂസ് ചെയ്യാനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്. ഇൻ മെനി സിറ്റുവേഷൻസ് വൺ ഫോം ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് എനർജി. ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് വി ഡോണ്ട് യൂസ് ഓൾ ദീസ് ഫോംസ് ഓഫ് എനർജി? പല സിറ്റുവേഷൻസിലും ഒരു എനർജി ഫോമിൽ നിന്ന് ഒത്തിരി എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ കാര്യം എടുത്താൽ അതിൽ നിന്ന് മെക്കാനിക്കൽ എനർജിയും ഉണ്ട്, ഹീറ്റ് എനർജിയും ഉണ്ട്, സൗണ്ട് എനർജിയും ഉണ്ട്. അതിൽ ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും നമുക്ക് വേണമെന്നില്ല അല്ലെ? മെക്കാനിക്കൽ എനർജി മാത്രം മതി. പക്ഷെ അത് രണ്ടും എന്താണ്? നമുക്ക് ആവശ്യമില്ലാത്ത എനർജികളാണ്. Which forms of energy are produced in the following situations? Which form of energy among them is utilized? Which form of energy is wasted? Complete the table. Analyze the present in the class. നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഓരോ സിറ്റുവേഷനിലും നമ്മൾ അവിടെ ഉണ്ടാവുന്ന എനർജി ഏതൊക്കെയാണ്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി ഏതൊക്കെയാണ്, യൂസ് ചെയ്യാത്ത എനർജി ഏതൊക്കെയാണെന്ന് എഴുതണം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. വർക്കിംഗ് ഓഫ് എ വാട്ടർ മോട്ടോർ. നമ്മളുടെ വെള്ളം അടിക്കാൻ ഉപയോഗിക്കുന്ന മോട്ടോർ ഉണ്ടല്ലോ, അതിൻ്റെ വർക്കിംഗ്, അതിലുണ്ടാവുന്ന എനർജികൾ മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി. അതിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന എനർജി, ഫോം ഓഫ് എനർജി യൂട്ടിലൈസ്ഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി മാത്രമാണ്. ഫോം ഓഫ് എനർജി നോട്ട് യൂട്ടിലൈസ്, നമ്മൾ ഉപയോഗിക്കാത്ത എനർജി ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയുമാണ്. അടുത്തത് വർക്കിംഗ് ഓഫ് എ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജികൾ ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്. അതിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി മാത്രമുള്ളൂ, യൂട്ടിലൈസ് ചെയ്യാത്തത് ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയുമാണ്. അടുത്തത് വർക്കിംഗ് ഓഫ് മിക്സർ ഗ്രൈൻഡർ. മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ മെക്കാനിക്കൽ എനർജിയും ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും ഉണ്ടാവുന്നുണ്ട്. അതിൽ മെക്കാനിക്കൽ എനർജി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും അൺയൂട്ടിലൈസ്ഡ് ആണ്. Knowledge about chemical change, physical change and energy change help us to understand and explain the changes happening around us. ഒരു എനർജി ചേഞ്ചിനെ കുറിച്ചും ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചും കെമിക്കൽ എനർജി ചേഞ്ചിനെ കുറിച്ചും അതുപോലെ തന്നെ എനർജികളുടെ കൺവേർട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് നമ്മളെ ചുറ്റുപാടിൽ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ലൈഫിൽ ഓരോ ചേഞ്ചസും നടക്കുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. Use of devices that reduce energy loss in energy transformations make our life better. This helps in energy conservation. ഓരോ ഡിവൈസുകളും അതിൻ്റെ എനർജി ലോസിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നല്ലൊരു എന്താ പറയുക, ഈ എനർജി കൺസേർവ് ചെയ്യുന്ന രീതിക്ക് ജീവിക്കാനും നമ്മളെ സഹായിക്കും. അതെന്താണ്? എനർജി കൺസർവേഷൻ്റെ കാര്യത്തിലും ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. എ, ഫയർ ക്രാക്കർ ബേസ്റ്റ്, പടക്കം പൊട്ടുന്നു. ബി, ബോട്ടിൽ ബ്രേക്സ്, കുപ്പി പൊട്ടുന്നു. സി, സ്ട്രിങ് ഓഫ് കൈറ്റ് ബ്രേക്സ്, പട്ടത്തിന്റെ നൂല് പൊട്ടുന്നു. ഡി, ഇലക്ട്രിക് വയർ ബ്രേക്സ്, ഒരു കറണ്ട് കമ്പി പൊട്ടുന്നു. ഇതിൽ ഒറ്റപ്പെട്ടത് ഫയർ ക്രാക്കർ ബേസ്റ്റ് ആണ്, പടക്കം പൊട്ടുന്നതാണ്. കാരണം മറ്റു മൂന്നും ഫിസിക്കൽ ചേഞ്ചസ് ആണ്, ഇത് മാത്രം കെമിക്കൽ ചേഞ്ച് ആണ്. Question 2, examine the following changes and write whether they are chemical change or physical change. നമുക്ക് താഴെ കുറച്ച് ചേഞ്ചസ് തന്നിട്ടുണ്ട്, അത് കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ എന്ന് എഴുതണം. ആദ്യത്തേത് ക്യാംഫർ ബേണിംഗ്, കർപ്പൂരം കത്തുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. കോപ്പർ വെസൽ ഗെറ്റിംഗ് വെർഡിഗ്രൈസ്ഡ്, ചെമ്പുപാത്രം ക്ലാവ് പിടിക്കുന്നതാണ്, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. കട്ടിംഗ് ഫയർവുഡ്, വിറക് കീറുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഫെർമെന്റേഷൻ ഓഫ് ദോശ ബാറ്റർ, ദോശമാവ് പുളിക്കുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് ടാർ ഉരുകുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ടവൽ അബ്സോർബിംഗ് വാട്ടർ, ഒരു ടവല് നനഞ്ഞ തുണി വെള്ളം ആഗിരണം ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഷുഗർ ഡിസോൾവിംഗ് വാട്ടർ, വെള്ളത്തിൽ പഞ്ചസാര ലയിക്കുന്നത്, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഫിഷ് ഗെറ്റിംഗ് സ്പോയിൽഡ്, മത്സ്യം ചെയ്യുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഗ്രീൻ ലീവ്സ് ടേണിംഗ് യെല്ലോ, പച്ച ഇലകൾ പഴുക്കുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. Question 3, you know that electrical energy is being used by converting it into different forms. Write down the names of devices that utilize the following energy transformation. താഴെ നമുക്ക് 4 എനർജി ട്രാൻസ്ഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ആ ഓരോ എനർജി ട്രാൻസ്ഫോർമേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസിന് എക്സാമ്പിൾ എഴുതണം. ആദ്യത്തേത് ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി, കറണ്ട് കൊടുത്തിട്ട്, അതായത് ഇലക്ട്രിക് എനർജി കൊടുത്തിട്ട് നമുക്ക് ഹീറ്റ് എനർജി കിട്ടുന്നത്. അതിന് എക്സാമ്പിൾ ആണ് അയൺ ബോക്സ്, ടോസ്റ്റർ, ഇൻഡക്ഷൻ കുക്കർ, വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക് കെറ്റിൽ, ഹെയർ ഡ്രയർ തുടങ്ങിയിട്ടുള്ളവ. അടുത്തത് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി, ബാറ്ററി ചാർജർ, ഇലക്ട്രോപ്ലേറ്റിംഗ് യൂണിറ്റ്, ഇലക്ട്രോളിസിസ് അപ്പാരറ്റസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. മൂന്നാമത്തേത് ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി, ലൗഡ് സ്പീക്കർ, റേഡിയോ, ഡോർബെൽ, ഹെഡ്ഫോൺസ്, ബസർ, ഇതെല്ലാം അങ്ങനെ അതിന് എക്സാമ്പിൾ ആണ്.
അവസാനത്തേത് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി. LED ബൾബ്, ട്യൂബ് ലൈറ്റ്, ടോർച്ച്, ടെലിവിഷൻ സ്ക്രീന്, സ്ട്രീറ്റ് ലാമ്പ് ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. Question 4. All changes that occur by absorbing heat are chemical changes. Is the statement correct? Why? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന എല്ലാ മാറ്റങ്ങളും എന്താണ്? കെമിക്കൽ ചേഞ്ചസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ല. നോട്ട് ഓൾ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ബൈ അബ്സോർബിംഗ് ഹീറ്റ് ആർ കെമിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസ് ക്യാൻ ഓൾസോ ഒക്കർ ബൈ അബ്സോർബിംഗ് ഹീറ്റ്. കെമിക്കൽ ചേഞ്ചസ് മാത്രമല്ല, ഫിസിക്കൽ ചേഞ്ചിലും എന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇൻ ഫിസിക്കൽ ചേഞ്ചസ് സബ്സ്റ്റൻസസ് അണ്ടർഗോ എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ബൈ അബ്സോർബിംഗ് ഹീറ്റ്. ഫിസിക്കൽ ചേഞ്ചിലും ചില സബ്സ്റ്റൻസ് എന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ചേഞ്ചുകൾ നടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത്. ചാപ്റ്ററും അതുപോലെ അതിൽ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ എല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്